ഇനി ഞാൻ പറയട്ടെ, നിങ്ങൾ ആലോചിച്ചു റാഫിളത്തിന്റെ വാദം. ആ റാഫിളത്തിന്റെ വാദമാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു 20 റക്അത്ത് തറാവീഹ് പുതുതായി ഉണ്ടാക്കിയതാണ് ഇസ്ലാമിൽ അതില്ലെന്ന വാദം. അതിവിടെ കൊണ്ടുവന്നത് ആരാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 2 ബാങ്ക് കൊടുത്തുകൊണ്ട് ജുമഅ നിർവഹിച്ചു. ഇമാം ബുഖാരി അത് സ്ഥിരപ്പെട്ടു എന്ന് രേഖപ്പെടുത്തി. ഒരു പണ്ഡിതനും തർക്കമില്ല. അതിവിടെ പാടില്ലെന്ന് പറഞ്ഞ് പള്ളിയിൽ പ്രശ്നം സൃഷ്ടിച്ചതാരാണ്? ഭിന്നത മുഴുവനും ഇവിടെ മുസ്ലിം സമുദായത്തിൽ കൊണ്ടുവന്നതാരാണ്? എന്നാൽ അവിടുന്നൊക്കെ പോയിട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ, ഖബറുകൾക്ക് നേർച്ച നേരുന്നതിൽ ഫലമുണ്ടെന്നും പ്രതിഫലമുണ്ടെന്നും വിശ്വസിക്കുന്നവൻ അവിശ്വാസിയും മുശ്രിക്കും ആയിരിക്കും. അവിശ്വാസി തന്നെ വിശ്വാസം ഇല്ലാത്ത ആള്. നേരത്തെ ഇവിടെ അവിശ്വാസി പറഞ്ഞല്ലോ. പിന്നെ മുശ്രിക്കും ബഹുദൈവ വിശ്വാസിയായിരിക്കും. അവനെ കൊല്ലൽ നിർബന്ധമാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, നാളെ കൽപ്പാക്കല്ലേ. ഇത് മുജാഹിദിന്റെ അൽമനാറിൽ അവരെഴുതി വെച്ചതാണ്, അവരുടെ മുഖപത്രത്തിൽ. ഇനി 2 മുജാഹിദും കൂടി ഒന്നിക്കുന്നു എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, 2 കൂട്ടർ ഒന്നായിട്ടുള്ളപ്പോൾ എഴുതി വെച്ചതാണ്. അതായത് മഖ്ബറകളിലേക്ക് നേർച്ച ചെയ്യുന്നവർ ബഹുദൈവ വിശ്വാസികളാണ്, അവരെ കൊല്ലൽ നിർബന്ധമാണ്. ഒരു മൗലവിയുടെ പ്രസംഗം, സുന്നി മദ്രസയിൽ പോകുന്ന ചെറിയ കുട്ടികളെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് കൊന്നുകളയണം, കാരണം അവരൊക്കെ കുറച്ചു കാലം കഴിഞ്ഞാൽ ബഹുദൈവ വിശ്വാസികളായിരിക്കും. അത് പ്രസംഗിച്ച ആ ക്ലിപ്പ് എത്ര സ്റ്റേജിൽ ഞാൻ തന്നെ കേൾപ്പിച്ചതാണ്. അപ്പൊ ഈ തീവ്രവാദ ആശയം അംഗീകരിക്കുന്ന, അത് പ്രചരിപ്പിക്കുന്ന പുത്തൻവാദികൾ, റാഫിളത്തിന്റെ ആശയം, അവരുടെ മറ്റൊരാശയമാണ് അള്ളാഹുവിന് കയ്യും കാലുമുണ്ടെന്ന ആശയം, അള്ളാഹു കസേരയിലിരിക്കുന്നു എന്ന ആശയം. ഈ വിഷയത്തിലാണ് നമ്മുടെ വാഴക്കാട് ഖണ്ഡനം കഴിഞ്ഞതിന് ശേഷം മുജാഹിദ് മൗലവിമാർ 2 മുജാഹിദ് മൗലവിമാരിൽ സുല്ലമിയുടെ പക്ഷം, ഉമർ സുല്ലമിയുടെ പക്ഷം, പഠിച്ചവരെ സംബന്ധിച്ച് അങ്ങനെയൊന്നും പറയാൻ പാടില്ല, ആ ആയത്തുകളൊക്കെ ഇമാമിങ്ങൾ വ്യാഖ്യാനിച്ചതുപോലെ വ്യാഖ്യാനിക്കണം. അബ്ദുറഹ്മാൻ സലഫിയുടെ പക്ഷം, AP അബ്ദുൽ ഖാദർ പക്ഷം അങ്ങനെ വ്യാഖ്യാനിക്കൊന്നും വേണ്ട, അതൊക്കെ പഠിച്ചവന് കസേരയുണ്ട് എന്ന് തന്നെ പറഞ്ഞു, കയ്യും കാലും ഉണ്ട് എന്ന് പറഞ്ഞു. ഈ 2 കൂട്ടരും കൂടി ഇപ്പൊ യോജിക്കുകയാണെന്ന് പത്രത്തിൽ കണ്ടു. യോജിപ്പിക്കുന്നത് ആരാണെന്നുള്ളത് പിന്നെ ഞാൻ വായിക്കാം. യോജിക്കുകയാണ് എന്ന് പത്രത്തിൽ കണ്ടു. കണ്ടോ, മുജാഹിദുകൾ യോജിക്കുന്നതിന് AP സുന്നികൾക്ക് അസൂയ ഇല്ലേ? ഞങ്ങൾക്കൊരു അസൂയയില്ല. നിങ്ങൾ 2 സ്റ്റേജും വന്ന് 2 സ്റ്റേജും മേൽ വെച്ചിട്ട് ഇതാ സുന്നികളെ കൊല്ലൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞാലും ഒറ്റ സ്റ്റേജിൽ വെച്ച് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപോലെ തന്നെയാണ്. ഞങ്ങൾക്ക് അതിലൊരു അസൂയയില്ല. നിങ്ങളിവിടെ യോജിച്ചാലെന്താ, യോജിച്ചില്ലെങ്കിൽ എന്താ. പക്ഷേ ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. എന്താ പറയാനുള്ളത്? നിങ്ങൾ പത്രത്തിൽ ഇപ്പൊ കാണുന്ന മുജാഹിദ് ഐക്യം അതിനെ സംബന്ധിച്ച് കാണുന്ന പരസ്പരം പോരടിച്ചു കഴിയുന്ന ഇരു വിഭാഗം മുജാഹിദ് സംഘടനകൾ തമ്മിൽ ഐക്യം യാഥാർത്ഥ്യത്തിലേക്ക് കഴിഞ്ഞ വർഷം ആരംഭിച്ച ഐക്യപ്രവർത്തനങ്ങൾക്ക് കോഴിക്കോട്ട് ചേർന്ന KNM ഔദ്യോഗിക വിഭാഗത്തിന്റെ സമ്പൂർണ്ണ സംസ്ഥാന കൌൺസിൽ യോഗം അംഗീകാരം നൽകി. ഇതോടെ ഐക്യദൌത്യം അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ജനുവരി ആദ്യം കോഴിക്കോട്ട് ഇരു വിഭാഗവും യോജിച്ച് ഐക്യ സമ്മേളനം ചരിത്ര സംഭവമായി നടത്താനാണ് ഈ നേതൃത്വങ്ങൾ ആലോചിക്കുന്നത്. അപ്പൊ അതിലെ ആൾക്കാരെല്ലാം പറഞ്ഞ അവസാനം പറയാണ്, ഔദ്യോഗിക വിഭാഗവും CP ഉമർ സുല്ലമിയുടെ നേതൃത്വത്തിലെ KNM വിഭാഗമാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്നു വന്നിരിക്കുന്നത്. അപ്പൊ അവർ അള്ളാഹിനെ പറ്റിയുള്ള വിശ്വാസം ഇനി മറക്കുകയാണ്. അവരെ തർക്കാവിഷയത്തിലാണ്. അള്ളാഹു തആലക്ക് കയ്യും കാലും ഉണ്ടോ ഇല്ലേ, അല്ല പഠിച്ചോൻ കസേരമേൽ ഇരിക്കുന്നുണ്ടോ ഇല്ലേ, രാത്രി പാതിരയാവുമ്പോൾ ഇറങ്ങി വരുന്നത്. ഞാൻ വാഴക്കാട്ടെന്ന് ചോദിച്ചു, അമേരിക്ക പാതിരയാവുമ്പോ അല്ലെങ്കിൽ ഇന്ത്യ പാതിരയാവുമ്പോ എന്ന് ചോദിച്ചു. അതിന് മറുപടി പറയണല്ലോ. അതിന് മറുപടി ഒന്നുമില്ല. അവരെ ഒരൽമനാറിൽ പറഞ്ഞു പടച്ചവന് ഇടത്തെ കൈ ഇല്ല. ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അൽമനാറിൽ പറഞ്ഞു ഇടത്തെ കൈ ഉണ്ട്. ഇങ്ങനെ പടച്ചവനെ ഓപ്പറേഷൻ ചെയ്യാണ്. ഇങ്ങനെ പടച്ചവനെ ഓപ്പറേഷൻ ചെയ്യുന്ന ഈ മുജാഹിദ്, പടച്ചവനെ സംബന്ധിച്ച് തെറ്റായ വിശ്വാസം ഈ മുജാഹിദ്, ഇവര് ഇനി അഭിപ്രായ വ്യത്യാസം മറക്കുകയാണ് പോലും. അവർ മറന്നാലും ശരി ഓർമ്മിച്ചാലും ശരി, ഞങ്ങൾക്കത് വിഷയമല്ല. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, ഈ സഹാബത്തിനെ പിഴച്ചവരായി ചിത്രീകരിച്ചു. ആ സഹാബത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് സഹാബത്ത് ഒന്നടങ്കം അവരെ പിന്തുടർന്ന വല്ലദീന തബഉഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും അല്ലാഹു പൊരുത്തപ്പെട്ടു എന്ന് ഖുർആൻ. ആ സഹാബത്ത് ഒന്നടങ്കം പ്രഖ്യാപിച്ചു, 3 തലാഖ് ഒരുമിച്ച് ചൊല്ലിയാലും വെവ്വേറെ ചൊല്ലിയാലും 3 സുഹൃത്തുക്കൾ ചിന്തിക്കണം. ഒന്നിച്ച് 3 കുത്തു കുത്തിയാലും 3 അല്ല വെവ്വേറെ 3 കുത്തിയാലും 3 ഇല്ലേ? നിങ്ങൾ നോക്ക്, 3 കമ്പുള്ള ഒരു കൊമ്പ്, അതുകൊണ്ട് ഒന്നിച്ചൊരൊറ്റ കുത്ത് 3 മുറി ഉണ്ടാവൂലേ? അല്ല, വെവ്വേറെ 3 കത്തിയിട്ട് 3 കുത്ത്, എന്നാലും 3 മുറി ഉണ്ടാവൂലേ? ഇനിയിപ്പോ ഏതെങ്കിലും ഒരു കോടതി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിയമം ആരെങ്കിലും കൊണ്ടുവന്നിട്ട് 3 കുത്ത് 3 കമ്പ് കൊണ്ട് കുത്തിയാൽ ഒറ്റ കുത്തേ ആവുള്ളൂ, അങ്ങനെ പറയണമെന്നാണ് നേരത്തെ ഒന്നിച്ച് ഒരു സ്റ്റേജിൽ ഇരുന്ന് ഞങ്ങള് മുത്തലാഖിന്റെ വിഷയമൊന്നും അനങ്ങൂല എന്ന് പറഞ്ഞ് പോയ മുജാഹിദും
അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയൊക്കെ പോയതിന്റെ ശേഷം പറയാണ് മുത്തലാഖിനെതിരെ ഞങ്ങൾ കക്ഷി ചേരുകയാണ്, അതുപോലെ തന്നെ ഞങ്ങൾ അതിൽ പോവുകയാണ്. മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ കൂടെ ഞങ്ങൾ അവിടെ സ്റ്റേജിൽ പറ്റി പറഞ്ഞാണ്, ഞങ്ങൾ പുറത്തു പോയതിന്റെ അങ്ങനല്ല. ഞാൻ എന്തിനു ഈ വഷളത്തിന് നിൽക്കണം? ഈ വഷളത്തരത്തിൽ എന്തിനു നിൽക്കണം? ഇത് ആലോചിക്കണം മുസ്ലിം ഉമ്മത്ത്. എന്നാൽ പിന്നെ അവിടെ നിൽക്കണ്ടേ അവര്? ആ 3 തലാഖ് ഒന്നിച്ചു ചൊല്ലിയാൽ പോകൂല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുമിച്ച് അവിടെ നിൽക്കണ്ടേ? അല്ലെങ്കിൽ പോകുന്നവരെന്നിടത്ത് നിൽക്കണ്ടേ? ഇത് രണ്ടുമില്ല. സ്റ്റേജിലൊന്ന്, പുറത്തൊന്ന്. ഇത് മുസ്ലിം സമുദായത്തെ വഞ്ചിക്കലല്ലേ? ഇസ്ലാമിനെ വഞ്ചിക്കലല്ലേ? ഈ വഞ്ചനയ്ക്ക് കൂട്ടു നിൽക്കാൻ ആർക്കെങ്കിലും കഴിയോ? ഇത് വളരെ ആഴത്തിൽ ചിന്തിക്കണം മുസ്ലിം സമുദായം. ഒന്നുകൂടി ഞാൻ പറയട്ടെ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ കാര്യം. ഞാൻ പറയുന്നത് സത്യമല്ല എന്നാരും തെറ്റിദ്ധരിക്കേണ്ട. 1973 നവംബറിലെ പ്രബോധനം, ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രബോധനം, അതിൽ പറയുന്ന 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും സ്വഹാബികളും എല്ലാരും കൂടി പറഞ്ഞ കാര്യമാണ്, 3 തലാഖ് ചൊല്ലിയാൽ 3ഉം ഒരുമിച്ച് ചൊല്ലിയാലും 3ഉം പോകും. ഇതാണ് ഇസ്ലാമിക ശരീഅത്ത്. ഇനിയൊന്ന് പറയട്ടെ, എന്നാൽ അതേ ജമാഅത്ത് ഇസ്ലാമി 1983 മെയ്യിലെ പ്രബോധനത്തിൽ ഒരു ചോദ്യം, 3 മൊഴി ചൊല്ലിയാൽ അതിന്റെ വിധി എന്താണ്? അപ്പൊ അതിന് മറുപടി 3 മൊഴിയും ചൊല്ലി എന്ന് പറഞ്ഞാൽ 1 മൊഴിയേ ആവുകയുള്ളൂ. 10 കൊല്ലം കൊണ്ട് ശരീഅത്ത് മാറി. 73 നവംബറിൽ 3 തലാഖ് ചൊല്ലിയാൽ 3, 83 മെയ്യിൽ 3 മൊഴി ചൊല്ലിയാൽ 1. ഞാൻ ചോദിക്കുന്നു, ഇതെന്ത് ശരീഅത്താണ്? അപ്പൊ ജമാഅത്ത് ഇസ്ലാമി ആണെങ്കിലും മുജാഹിദാണെങ്കിലും അവർക്ക് വിശ്വാസം മാറ്റുന്നതിന് കുഴപ്പമില്ല. 2007 അൽമനാറിൽ അള്ളാഹ്ക്കടുത്തെ കൈയില്ല, 2009 അൽമനാർ അള്ളാഹ്ക്കടുത്തെ കൈയുണ്ട്. അവർക്കതൊരു വിഷയമല്ല, അവർക്ക് മറക്കാൻ കഴിയും, എല്ലാ ഭിന്നതയും മറക്കാൻ കഴിയും. കാരണം അവരുടെ ഭിന്നത ആദർശപരമല്ല, ആശയപരമല്ല, മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി മാത്രമുണ്ടാക്കുന്ന ഭിന്നതകളാണ്. ഈ മുസ്ലിം ഉമ്മത്തിനെ ഭിന്നതകളിൽ തളച്ചിടാൻ വേണ്ടി വന്ന ഈ പുതിയ പ്രസ്ഥാനങ്ങൾ, ഈ പ്രസ്ഥാനങ്ങളെ യോജിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുവെങ്കിൽ അവർക്ക് ശ്രമിക്കാൻ, അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യമുണ്ട്. അവരെ യോജിപ്പിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഭിന്നിപ്പിക്കാം, സ്വാതന്ത്ര്യം. പക്ഷേ സുന്നത്ത് ജമാഅത്തിൽപ്പെട്ട ആളുകള്, അവര് സുന്നി പണ്ഡിത സംഘടന ഈ മുജാഹിദിനെ യോജിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് കേട്ടാൽ അത് നമുക്കൊരു ചെറിയ ഒരു നാണക്കേടുണ്ടോ നിങ്ങളൊന്ന് ആലോചിക്കാം. അത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. മാധ്യമ പത്രത്തിൽ ഇങ്ങനെ കാണുന്നു, അല്ലാത്ത പത്രവും ഞാൻ വായിക്കും കേട്ടോ. അങ്ങനെ പത്രങ്ങളോടൊന്നും നമുക്ക് വിരോധമൊന്നുമില്ല. മുജാഹിദ് വിഭാഗങ്ങൾ ഐക്യവാദികൾ സമസ്തയും ജമാഅത്ത് ഇസ്ലാമിയും സ്വാഗതം ചെയ്തു. അപ്പൊ ഈ സമസ്ത എന്തിനാണ് ഉണ്ടാക്കിയത്? സമസ്ത എന്തിനാണ് ഉണ്ടാക്കിയത്? അതിനെ സംബന്ധിച്ച് സമസ്തയുടെ പേര് പറയുന്നവർക്ക് ആശയക്കുഴപ്പമുണ്ടായി. നമ്മക്കല്ല, നമുക്ക് പണ്ട് ആശയക്കുഴപ്പമില്ലല്ലോ. നമ്മൾ ഉറച്ചു നിൽക്കല്ലേ? താജുൽ ഉലമയുടെ പിന്നിൽ ഉറച്ചു നിന്നതല്ലേ? സുൽത്താനുൽ ഉലമയുടെ പിന്നിൽ ഉറച്ചു നിന്നതല്ലേ? നൂറുൽ ഉലമയുടെ പിന്നിൽ ഉറച്ചു നിന്നതല്ലേ? ഇപ്പോൾ റയീസുൽ ഉലമയുടെയും സുൽത്താനുൽ ഉലമയുടെയും കൻസുൽ ഉലമയുടെയും പിന്നിൽ ഉറച്ചു നിൽക്കുന്ന ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ല കേട്ടോ, ഉണ്ടാവുകയുമില്ല കേട്ടോ. ആർക്കാ കൺഫ്യൂഷൻ എന്നറിയോ? ഞാൻ വായിക്കാം. ഇതില് മാധ്യമത്തിൽ പറയുന്നു, 2014 ഫറൂഖിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിന് ശേഷം KNM ഔദ്യോഗിക വിഭാഗത്തിൽ നിന്ന് നടപടിക്ക് വിധേയരായ നല്ലൊരു വിഭാഗം വിഘടിച്ചു നിൽക്കുകയാണ്. ഗ്ലോബൽ ഇസ്ലാമിക് വിഷൻ എന്ന പേരിൽ പ്രബോധന സേവന സംഘടനയുണ്ടാക്കിയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഇവരുടെ കാര്യത്തിൽ ചർച്ചകളൊന്നും നടന്നിട്ടില്ല. അപ്പോ ഇത് യോജിച്ചാലും യോജിപ്പ് തീരൂല, അതെടുക്കട്ടെ. മുജാഹിദ് വിഭാഗങ്ങൾ തമ്മിൽ ഐക്യത്തിന് കളമൊരുങ്ങുന്നത് ഏറെ സന്തോഷകരവും സ്വാഗതാർഹവുമാണെന്ന് സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ മാധ്യമത്തോട് പറഞ്ഞു. ഐക്യത്തിന് ശ്രമം ആരംഭിച്ചിട്ട് ഏറെ വർഷങ്ങളായെങ്കിലും ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മുജാഹിദ് ഐക്യം കേരളീയ മുസ്ലിം സമൂഹത്തിന് നല്ല സന്ദേശമാണ് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്രയും മാധ്യമത്തിൽ വായിക്കുകയാണ് ആലിക്കുട്ടി മുസ്ലിയാരുടെ അനുയായികൾ. ഞങ്ങളല്ല, ഞങ്ങൾക്ക് വായിക്കേണ്ടതില്ല. അനുയായികൾ വായിച്ചപ്പോൾ അവർക്കിടയിൽ ഒരു പ്രയാസം, ഇതെന്തൊരു വിഷമാണ്. അപ്പൊ പിന്നെ ചന്ദ്രിക വരികയാണ്. ചന്ദ്രികയിൽ പറയാണ്, ഞാൻ വായിക്കാം. ഇരുപക്ഷത്തു നിന്നും 5 വീതം അംഗങ്ങളെയാണ് ഐക്യചർച്ചക്കായി ചുമതലപ്പെടുത്തിയത്. ആദർശപരമായ യോജിപ്പ് സാധ്യമായതായി എന്നതാണ് ഇതുവരെയുള്ള ചർച്ചയുടെ നേട്ടം. ഇനി സംഘടനാ പദവികൾ, സ്ഥാപനങ്ങൾ തുടങ്ങിയ വിഷയങ്ങളാണ് ധാരണയാവാനുള്ളത്. അതിങ്ങനെ പറയാണ്. ചർച്ചയ്ക്ക് ചുക്കാൻ പിടിക്കുന്നവരുടെ പേരൊക്കെ പറയും. പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ ആശീർവാദത്തോടെ PK കുഞ്ഞാലിക്കുട്ടി, ET മുഹമ്മദ് ബഷീർ, PV അബ്ദുൽ വഹാബ് എന്നിവർ ഇടപെട്ട് 3 വർഷത്തോളമായി ഐക്യശ്രമങ്ങൾ തുടരുകയായിരുന്നു. 3 കൊല്ലമായിട്ട്
അപ്പുറത്തെ സമസ്തയുടെ നേതാക്കൾ ഇടപെട്ട് ഈ മുജാഹിദിനെ ഐക്യപ്പെടുത്താൻ 3 കൊല്ലമായി ശ്രമിക്കുകയായിരുന്നു. അല്ലാഹുവേ, നിങ്ങളൊക്കെ ആമീൻ പറയണേ. സുന്നികൾക്കിടയിൽ ഒരു ഐക്യമുണ്ടാക്കാൻ വേണ്ടി എല്ലാ നേതാക്കൾക്കും നീ ഒരു നല്ല മനസ്സ് കൊടുക്കണേ അല്ലാഹ്. സുന്നികളായ ആളുകൾക്കിടയിൽ ഒരു ഐക്യമുണ്ടാക്കാൻ വേണ്ടി. കാരണം അവർക്കിടയിൽ അഖീദയിൽ പടച്ചവന് കയ്യും കാലുണ്ട് എന്ന് വാദിക്കുന്നവർ സുന്നികളുടെ കൂട്ടത്തിലില്ല. 4 മദ്ഹബ് സ്വീകരിക്കണ്ട എന്ന് പറയുന്നവരില്ല. 3 തലാഖിയല്ല 1 പോകുന്നു പറയുന്നവരില്ല. അടിസ്ഥാനപരമായ അത്തരം വിഷയങ്ങളിലൊന്നും ഭിന്നതകളില്ല. കുറച്ച് അസൂയ മാറ്റിവെച്ചാൽ ഐക്യം ഒക്കെ സാധ്യമാകുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാഹുവേ, എല്ലാ നേതാക്കൾക്കും സുന്നികളെ യോജിപ്പിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞാൻ പറയുന്നത് നമുക്കിതിലൊന്നും യാതൊരു വിഷമവുമില്ല. പക്ഷേ ഒരു വിഭാഗത്തിന് വിഷമം ഉണ്ടായി എന്ന് നമ്മൾ വായിക്കാണ്. പത്രം വായിക്കുമ്പോ അത് കാണാതിരിക്കൂലല്ലോ. അതെന്താണ്? അത് വേറൊരു പത്രം, രാവിലെ വരുന്ന പത്രം. ആ പത്രത്തില് ഒക്ടോബർ 30 ഏക സിവിൽ കോഡ് മുത്തലാഖ് വ്യക്തി നിയമ ബോർഡിന് മുസ്ലിം സംഘടനകളുടെ പിന്തുണ എന്നൊരു ഹെഡിങ്. കോഴിക്കോട് ഇസ്ലാമിക ശരീഅത്ത് സമ്പൂർണ്ണമാണെന്നും ഒരു വിധത്തിലുള്ള ഭേദഗതികളും ആവശ്യമില്ലെന്ന് കേന്ദ്ര സർക്കാർ ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ ഉപയോഗിക്കുന്ന ചൂണ്ടയാണ് മുത്തലാഖ് എന്ന് കേരളത്തിലെ മുസ്ലിം സംഘടന സംയുക്തവും അഭിപ്രായപ്പെട്ടു. വളരെ നല്ല, അങ്ങനെ തന്നെ അഭിപ്രായപ്പെട്ടു. നമ്മളും ആ അഭിപ്രായത്തിൽ എതിരൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നോമ്പ് ഒന്നായിട്ട് തോൽക്കാന്ന് പറഞ്ഞാൽ ഇമാമും ജമാഅത്തും വേണമെന്നില്ല. അതിന് ശരീഅത്തിന്റെ നിയമം നോക്കണം. നമുക്ക് അതാത് കാലഘട്ടം നോക്കണം, ആവശ്യമുണ്ടോ നോക്കണം, അനിവാര്യത ഉണ്ടോ നോക്കണം. അനിവാര്യത ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് തീരുമാനമെടുക്കും. അനിവാര്യത ഇല്ലെങ്കിലോ അതിനനുസരിച്ച് തീരുമാനമെടുക്കും. അത് പണ്ഡിത സഭയുടെ സ്വാതന്ത്ര്യമാണ്. അതിന് നമുക്ക് വിയോജിപ്പില്ല. നമ്മൾ ശരീഅത്ത് പറയാൻ വേണ്ടി എല്ലാ സുന്നി പണ്ഡിതന്മാരെയും ക്ഷണിച്ചിട്ട് വീട്ടിൽ തന്നെ പോയി ഔദ്യോഗികമായി ക്ഷണിച്ചിട്ട് അപ്പുറത്തെ സംഘടനയുടെ ആളുകൾ വന്നില്ലല്ലോ. അതിന് നമുക്ക് ആക്ഷേപമില്ലല്ലോ. നമ്മൾ ആക്ഷേപം പറയുന്നില്ലോ. കാരണം അവരെ സംഘടനക്ക് അവരുടെ തീരുമാനം എടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, സ്വാഭാവികമാണ്. അതിന് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് വീഴ്പ്പലക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാണ് എന്റെ വിനീതമായ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ തീരുമാനിച്ചോളൂ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, അതങ്ങനെ കഴിഞ്ഞു. പക്ഷെ അതും കഴിഞ്ഞു പോയിട്ടാണ് പിന്നെ മുത്തലാഖിനെതിരായിട്ട് ജമാഅത്ത് ഇസ്ലാമിയും അതുപോലെ തന്നെ മടവൂർ മുജാഹിദും എല്ലാ മുജാഹിദും ഒക്കെ പരിപാടി നടത്തുന്നു. അപ്പൊ മുജാഹിദ് സംഘടനകൾ ഒന്നിക്കുന്നു. അതിനെ സംബന്ധിച്ച് രാവിലെ വരുന്ന പത്രത്തിൽ നവംബർ മുജാഹിദ് സംഘടനകൾ ഒന്നിക്കുന്നു, പരിഹരിക്കപ്പെടാതെ ആദർശ വിഷയങ്ങൾ. അത് ഞാൻ കുറച്ച് വായിക്കുകയാണ്. ഈ വായിക്കുന്നത് എന്താ അറിയോ? നമ്മളെ സുന്നികൾ അധികം ഇത് വായിക്കൂല. അപ്പൊ അതിലിങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് അറിയണമല്ലോ. അതിനുവേണ്ടി ഞാൻ വായിക്കുകയാണ്. കോഴിക്കോട് TP അബ്ദുൽ ഖായമദനി നയിക്കുന്ന മുജാഹിദ് ഔദ്യോഗിക വിഭാഗവും മുസൈം മടവൂർ നയിക്കുന്ന മഖ്തസുദ്ദവ വിഭാഗവും 16 വർഷം നീണ്ട ഭിന്നതകൾ അവസാനിപ്പിച്ച് ഒന്നിക്കുന്നു. സലഫി പ്രസ്ഥാനമാണ് തീവ്രവാദത്തിന്റെ പ്രഭാവ കേന്ദ്രമെന്ന ആരോപണം ശക്തമാവുകയും പ്രമുഖ പ്രഭാഷകൻ UAPA ചുമത്തപ്പെട്ട് അറസ്റ്റിലാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഒന്നിക്കാനുള്ള നീക്കം ഊർജിതമായത്. കേരളത്തിൽ 1921 മുതൽ പ്രവർത്തിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൽ 2002 പിളർപ്പുണ്ടായത്. അന്ന് യുവജന വിഭാഗമായ ISMന്റെ നേതാവ് ഹുസൈൻ മടവൂർ ഉൾപ്പെടെ 20 പേരെ പുറത്താക്കിയതായിരുന്നു കാരണം. തുടർന്ന് ഇരുവിഭാഗവും തമ്മിൽ കേസുകൾ നിലനിൽക്കുന്നുണ്ട്. 2012 തീവ്ര നിലപാടുള്ളവർ ജിന്ന് വിഷയത്തിൽ ഔദ്യോഗിക വിഭാഗത്തിൽ നിന്ന് പിരിഞ്ഞ് ഇപ്പോൾ ഗ്ലോബൽ വിസ്ഡം എന്ന പേരിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതോടെയാണ് വീണ്ടും ഐക്യശ്രമങ്ങൾ ആരംഭിച്ചത്. 2 സംഘടനകളും എനിക്ക് കേൾക്കണേ, ഈ പത്രത്തിൽ പറയുന്നത് ആരാണ് ഐക്യശ്രമങ്ങൾ നടത്തിയത്? ചന്ദ്രികയിൽ പറഞ്ഞത് സമസ്തയുടെ നേതാക്കളാണ് എന്നാണ്. ഇതിൽ പറയുന്നത് 2 സംഘടനകളും മുൻകൈയെടുത്തു തുടങ്ങിയ ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അപ്പൊ രാവിലെ നമുക്ക് 2 പത്രം കിട്ടി. ഇന്ന് മുജാഹിദിന്റെ 2 സംഘടനകൾ മുൻകൈയെടുത്ത് പ്രവർത്തിച്ചിട്ടാണ് ഐക്യശ്രമം നടക്കുന്നത്. ഈ സുപ്രഭാതത്തിൽ പറയുന്നു. അതേ സമയത്ത് ചന്ദ്രികയിൽ പറയുന്നത് അങ്ങനെയല്ല, അത് സമസ്തന്റെ നേതാക്കള് കൂടിയിട്ടാണ് അത് തുടങ്ങിയത്. ഇതിൽ ഏതാണ് സഹീഹ്, ഏതാ വഈഫ്? എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ്. ഇത് 2 പത്രമല്ലേ, ഇതിൽ ശരിയായ റിപ്പോർട്ട് ഏതാണ്? എന്തോ ആകട്ടെ, അങ്ങനെ ഒരു പരിപാടി നടന്നതിന് ശേഷം പിന്നെ നമ്മൾ കാണുന്നത് എന്താ? ഇതിൽ പിന്നെ കുറെ വിഷയമുണ്ട്, ഒക്കെ പറയാൻ ഇപ്പോൾ സമയമില്ല. എന്നാൽ ഐക്യശ്രമത്തിനോട് ഇരുവിഭാഗത്തിലും യുവജന നേതാക്കളിൽ പലർക്കും വിയോജിപ്പാണുള്ളത്. അറിവ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഇരുവിഭാഗങ്ങൾക്കും വിയോജിപ്പുള്ള ആദർശ വിഷയങ്ങൾ യോജിപ്പിലെത്താൻ ആയിട്ടില്ല. പ്രമാണങ്ങളെ വ്യാഖ്യാനിക്കുന്നതിൽ സ്വീകരിക്കേണ്ട മാനദണ്ഡത്തിലും ഹദീസുകളുടെ സ്വീകാര്യതയുടെ വിഷയത്തിലും അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. സഹീഹുൽ ബുഖാരിയിൽ പോലും നിർമ്മിത ഹദീസുകളുണ്ടെന്ന് വാദിക്കുന്നവർ മടവൂർ വിഭാഗത്തിലെ മുൻനിരയിലുണ്ട്.
മുജാഹിദ് വിഭാഗം പിളർന്നതിനു ശേഷം ആദർശപരമായ വിഷയങ്ങളിൽ പലതിലും ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. 2007 മുതൽ മുജാഹിദ് ഔദ്യോഗിക വിഭാഗം ജിന്ന് പിശാചി വിഭാഗങ്ങളോട് സഹായാഭ്യർത്ഥന ശിർക്കാകില്ല, ബഹുദൈവ വിശ്വാസം ആകില്ല എന്ന് വാദിച്ചിരുന്നു. മടവൂർ വിഭാഗം അത് ശിർക്കാണ് എന്ന് വാദിക്കുന്നവരാണ്. മടവൂർ വിഭാഗത്തിന്റെ വാദത്തിലേക്ക് ഔദ്യോഗിക മുജാഹിദുകൾ മാറുമ്പോൾ ഇടക്കാലത്ത് മുജാഹിദ് വിഭാഗം സ്വീകരിച്ച നിലപാട് അനുസരിച്ച് സൃഷ്ടികളോട് സഹായാർത്ഥന നടത്തിയവർ മുശ്രിക്കുകളായിരുന്നു എന്ന് സമ്മതിക്കേണ്ടി വരും. അക്കാലത്ത് മരണപ്പെട്ടവരുടെ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന വിഷയത്തിലും അവ്യക്തതയുണ്ടാവും. അപ്പൊ ജിന്നിനോട് സഹായം ചോദിച്ചാലും മുശ്രിക്കാണ് എന്ന് പറഞ്ഞവരും മുശ്രിക്കല്ല എന്ന് പറഞ്ഞവരും അങ്ങനെ ജിന്നിനോട് സഹായം ചോദിച്ചവർ മരിച്ചും പോയിട്ടുണ്ട്. അവരുടെ കാര്യത്തിൽ ഈ യോജിപ്പുണ്ടാവുമ്പോ എന്താ ചെയ്യാ? ഖബറിന്റെ അടുത്ത് പോയിട്ട് അവരോടൊരു പ്രബോധനം നടത്തുകയാണോ എന്നതും വേറെ വിഷയമാണ്. ഏതായിരുന്നാലും ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്നത് ഈ ഐക്യശ്രമത്തെ സമസ്ത നേതാക്കളാണ് ഇടപെട്ട് ഐക്യശ്രമം നടത്തിയതെന്നും അവരങ്ങനെ ആ ഐക്യശ്രമം വിജയിച്ചു എന്നൊക്കെ പറയുമ്പോ അതിന് സമസ്തയുടെ സെക്രട്ടറി അതിന് ഒരു അഭിനന്ദനവും പറഞ്ഞതായിട്ട് പറയുമ്പോ അതാ വരുന്നു രാവിലെ മുജാഹിദ് ഐക്യം സമസ്ത സ്വാഗതം ചെയ്തിട്ടില്ല നേതാക്കൾ. എനിക്ക് കൺഫ്യൂഷനായ ഒരു വിഷയം ഞാൻ പറയാണ്, അതുകൊണ്ട് ആർക്കും വിഷമം തോന്നണ്ട. മുജാഹിദ് ഐക്യം സമസ്ത സ്വാഗതം ചെയ്തിട്ടില്ല നേതാക്കൾ. ഇനി ഇതിന്റെ പേരിൽ നേരത്തെ പരാമർശിക്കപ്പെട്ട രണ്ടാളുകൾ ഈ പ്രസ്താവനയിൽ പേര് വന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. കോഴിക്കോട് മുജാഹിദ് വിഭാഗങ്ങളുടെ ഐക്യശ്രമത്തെ സമസ്ത സ്വാഗതം ചെയ്തതായി ഒരു പത്രത്തിൽ വന്ന വാർത്ത വാസ്തവവിരുദ്ധമാണെന്ന് സമസ്ത നേതാക്കളായ കുമരമ്പത്തൂർ AP മുഹമ്മദ് മുസ്ലിയാർ, PKP അബ്ദുസലാം മുസ്ലിയാർ, MT അബ്ദുൽ മുസ്ലിയാർ, സയ്യിദ് മുഹമ്മദ് ജിഫിരി മുത്തുക്കോയ തങ്ങൾ, കോട്ടുമല TM ബാപ്പു മുസ്ലിയാർ, CKM സ്വാദിഖ് മുസ്ലിയാർ, കോഴിക്കോട് PP ഉമർ മുസ്ലിയാർ എന്നിവർ സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു. ഇസ്ലാമിന്റെ ആവിർഭാവ കാലം മുതൽ ഐക്യത്തിനും സഹോദര്യത്തിനും കഴിഞ്ഞു വന്നവരായിരുന്നു കേരള മുസ്ലിങ്ങൾ. അവരുടെ പ്രസ്താവന തീർന്നത് കേട്ടോളി. തീവ്രതയും ഭീകരതയുമില്ലാതെ മതസൗഹാർദ്ദത്തിന് മുന്തിയ പരിഗണനയാണ് അവർ നൽകിയിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സച്ചരിതരായ സഹാബത്തിന്റെയും സലഫുസ് സാലിഹീങ്ങളുടെയും ചര്യ പിൻപറ്റി മദ്ഹബിന്റെ ഇമാമിങ്ങളെ അംഗീകരിച്ച് പൂർണ്ണ ഐക്യത്തോടെ കഴിഞ്ഞിരുന്ന മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നതയുടെ വിത്ത് വിധിച്ചത് 1920കളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ രംഗപ്രവേശനത്തോടെയായിരുന്നു. ഇതല്ലേ കൂട്ടരെ നമ്മളും പറഞ്ഞത്? മുസ്ലിം സമൂഹം നാളിതുവരെ നിലനിർത്തിപ്പോന്ന വിശ്വാസാചാരങ്ങളിൽ പലതും ശിർക്കും വിദേത്തുമാണെന്ന് പ്രചരിപ്പിച്ച് സമുദായത്തെ രണ്ട് തട്ടിലാക്കി ശക്തമായ അനൈക്യമുണ്ടാക്കുകയാണ് അവർ ചെയ്തത്. ഇതല്ലേ കൂട്ടരെ ഞങ്ങൾ ഇന്നിവരെ പറഞ്ഞത്? ഇതിനെതിരിൽ അക്കാലത്തുള്ള സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾ പടുത്തുയർത്തിയ പ്രസ്ഥാനമാണ് ബഹുസംസ്ഥകരണ ജമിയത്തുൽ ഉലമ. പൂർവസൂരികളായ പണ്ഡിതന്മാരും മുസ്ലിം ബഹുജനങ്ങളും നിലനിർത്തിപ്പോന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കുകയെന്നത് സമസ്തയുടെ മുഖ്യ ലക്ഷ്യമാണ്. ഇതിനെതിരിൽ പുത്തനാശയങ്ങളുമായി ആര് രംഗപ്രവേശനം ചെയ്താലും സമസ്ത അവരെ ശക്തമായി എതിർത്തു പോന്നിട്ടുണ്ട്. അപ്പൊ മുജാഹിദിനെ ശക്തിപ്പെടുത്തുന്ന ഏത് പരിപാടി വന്നാലും അതിനെ സമസ്ത ശക്തമായി എതിർത്തുണ്ട്. ഇനിയും കേട്ടോളി. ബിദ്അത്ത് പ്രചരിപ്പിക്കുകയും മുസ്ലിം ഐക്യം തകർക്കുകയും ചെയ്യുന്ന മുജാഹിദ് പ്രസ്ഥാനത്തെയോ അതിന്റെ ആശയങ്ങളെയോ ഒരിക്കലും സമസ്ത സ്വാഗതം ചെയ്തിട്ടില്ല, സ്വാഗതം ചെയ്യുകയുമില്ല. സ്വന്തം ആദർശപരമായി ഛിന്ന ഭിന്നമായി കൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം വികൃതമായ സെലഫിസത്തിന്റെ പേരിൽ ആടിയുലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഗ്രൂപ്പുകൾ തമ്മിൽ ഐക്യപ്പെടാനുള്ള മുജാഹിദ് നീക്കത്തിൽ സന്തോഷിക്കാനോ സ്വാഗതം ചെയ്യാനോ സുന്നത്ത് ജമാഅത്തിന്റെ അനുയായികൾക്ക് സാധ്യമല്ല. ഇതല്ലേ ഞങ്ങളും പറഞ്ഞത്? സുന്നത്ത് ജമാഅത്താണോ അവർക്ക് ഈ ഭിന്നതയുണ്ടാക്കുന്ന കക്ഷികളെ ശക്തിപ്പെടുത്താൻ നിവൃത്തിയില്ല. ഇത് ഇസ്ലാമിക ശരീഅത്താണ്. ആ ശരീഅത്ത് ആര് പഠിപ്പിച്ചതാണ്? ഇമാമിങ്ങൾ പഠിപ്പിച്ചു. ഇമാമിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എവിടെ പറഞ്ഞു? 4 മദ്ഹബിനും തർക്കമില്ല. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പേരോട് ജനിക്കുന്നതിന്റെ ഏകദേശം 1000ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ച മഹാപണ്ഡിതൻ. ആ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വത്തിഫാഖി സലഫിൽ ഉമ്മ, ഈ സമുദായത്തിലെ ഒരു സഹാബിക്കും തർക്കമില്ല, ഒരു ഇമാമിനും തർക്കമില്ല, 3 നൂറ്റാണ്ടുകളിൽ ഒരു മഹാനും തർക്കമില്ല. അലാ ദംമിൽ മുബ്തദിഅ, സുന്നി വിരുദ്ധരെ ആക്ഷേപിക്കണം. വമുഹാജറതിഹിം, അവരോട് പിണങ്ങി നിൽക്കണം. വമുഹാജറതിഹിം, അതേസമയത്ത് ശരീഅത്തിലൊരു നിയമമുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, സ്ത്രീയോട് കിടപ്പറയിൽ പിണങ്ങണം. അവിടെ ഇമാമിങ്ങൾ എന്ത് പറഞ്ഞു? മിണ്ടാതിരിക്കാൻ പാടില്ല, മിണ്ടണം, കിടക്കുന്ന സ്ഥലത്ത് മാത്രം അറിയിക്കുന്ന. 3 ദിവസം പരസ്പരം മിണ്ടാതിരുന്നാൽ അമല് സ്വീകരിക്കൂല. സുഹൃത്തുക്കളെ, ഇപ്പോഴും നമ്മളെ പണ്ഡിതന്മാരെ കണ്ടാ മിണ്ടാത്തവരില്ലേ? നമ്മളെ പണ്ഡിതന്മാരോട് സലാം പറയാത്തവരില്ലേ?
നമ്മളെ പണ്ഡിതന്മാർ ഒരു മരിച്ച വീട്ടിൽ ചെന്നാൽ കൂക്ക് വിളിക്കുന്നവരില്ലേ? അത് ഇസ്ലാമിക ശരീഅത്തിനെതിരാണ്. അതേ സമയത്ത് സുന്നിയല്ലാത്തവർ, ഇമാം ഗസാലി പറയാണ്, പണ്ഡിതന്മാർക്ക് തർക്കമില്ല, മുഹാജറത്തിഹിം, അവരുമായി പിണങ്ങണം, വഖതഈ സുഹ്ബത്തി മഅഹും, അവരുമോടുള്ള മതരംഗത്തുള്ള ബന്ധം വിച്ഛേദിക്കണം. ഞാൻ പറയുന്നതല്ല, കിതാബുൽ മുസ്തസ്ഫ, ഇമാം ഗസാലി റളിയല്ലാഹു ഉസൂലിന്റെ കിതാബ് എടുത്തു നോക്കും. ഒരു ഇമാമിനും തർക്കമില്ല, വഖതഈ സുഹ്ബത്തി മഅഹും. അതേ സമയത്ത് സുന്നി പണ്ഡിതന്മാർ പരസ്പരം വീക്ഷണ വ്യത്യാസം ഉണ്ടാകാം, അവർക്കെതിൽ അവയിടയിൽ അങ്ങനെയാകാൻ പാടില്ല. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു 4 മദ്ഹബും പറയുന്ന സഹാബത്ത് മുഴുവനും പഠിപ്പിച്ച ഇസ്ലാമിക ശരീഅത്ത് പഠിപ്പിക്കാൻ, ഈ ശരീഅത്ത് 4 മദ്ഹബിലെ ഇമാമിങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത നേതാവാരാണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. റിപ്പോർട്ട് ചെയ്ത ഹദീസ് സഹീഹുൽ ബുഖാരി മറിക്കൂ, മഹാനായ സയ്യിദ്നാ അലി ഇബ്നു അബീ താലിബ്. അലി ഇബ്നു അബീ താലിബ് തങ്ങളോട് വന്നിട്ട് ഒരാൾ ചോദിക്കുന്നു, നിങ്ങൾക്ക് സ്പെഷ്യൽ വല്ല വിവരവും നിങ്ങളുടെ കയ്യിലുണ്ടോ? അങ്ങനെ സിയാക്കൾക്കൊരു വാദമുണ്ട്. സ്പെഷ്യൽ വിവരം കിട്ടിയ ഒരാളാണ് അലി ഇബ്നു അബീ താലിബ്. ആ സിയാ വിശ്വാസം കേരളത്തിൽ ഇറക്കുമതി ചെയ്യാൻ ശക്തമായ പ്രചരണം നടക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ അടുത്ത് ഒരു പ്രസംഗകൻ പ്രസംഗിച്ചു, അതേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ ബഹുമാനം അലി ഇബ്നു അബീ താലിബിനാണ്. ഞാനത് കേട്ടപ്പോൾ അതിനെതിരെ ഒന്നും പറഞ്ഞില്ല. പറയാതിരിക്കാൻ കാരണം, ഒരു പക്ഷേ അഹ്ലു ബൈത്ത് എന്ന നിലക്ക്, നബി കുടുംബം എന്ന നിലക്ക് ഒരു പ്രത്യേകതയുണ്ടെന്നായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കി. ഞാനൊന്നും പറഞ്ഞില്ല. പിന്നീട് അദ്ദേഹത്തിന് ഒരു ക്ലിപ്പ് ഞാൻ കേട്ടു. അതിൽ അദ്ദേഹം പറഞ്ഞു, അതൊന്നുമല്ല, ഞാനത് മനഃപൂർവ്വം വ്യക്തമായി തന്നെ പറയുന്നു, അലി ഇബ്നു അബീ താലിബിനേക്കാൾ ബഹുമാനം സിദ്ദീഖുൽ അക്ബറിനില്ല, ഉമർ ഇബ്നുൽ ഖത്താബിനില്ല. ഇത് സുന്നത്ത് ജമാഅത്തിനെതിരാണ്. ശറഹുൽ അഖായിദ് ഓതിയ മുഴുവൻ മുതഅല്ലിമീങ്ങൾക്കും അറിയാം. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇജ്മാഅാണ്, പണ്ഡിതന്മാർക്ക് തർക്കമില്ലാത്ത ഇജ്മാഅാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ് 1ാം സ്ഥാനം, ഉമർ ഇബ്നുൽ ഖത്താബിനാണ് 2ാം സ്ഥാനം, ഉസ്മാൻ റളിയല്ലാഹു അൻഹു 3ാം സ്ഥാനം, 4ാം സ്ഥാനം അലി ഇബ്നു അബീ താലിബിനാണ്. പക്ഷേ ഈ പ്രസംഗിക്കുന്ന വ്യക്തി ശിയാ പ്രചരണം നടത്തുകയാണ്. ആ ശിയാ പ്രചരണം നടത്തുമ്പോൾ അദ്ദേഹത്തിന് പിന്തുണ വേണം. അതിന് അദ്ദേഹം അതിന്റെ കൂടെ ഒന്നും കൂടി പറഞ്ഞൊരു ക്ലിപ്പ് ചെയ്യാൻ കേട്ടു. ഒരു പാർട്ടിയിൽ ചേർന്ന എല്ലാവരും സ്വർഗ്ഗത്തിൽ കിടക്കും. അപ്പൊ ആ പാർട്ടിയുടെ ആളുകളെയൊക്കെ ശിയാക്കളാക്കേണ്ട പരിപാടിയാണ്. ഇത് ആ പാർട്ടിയിലുള്ള സുന്നികളായ ആളുകളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അവരോടും പ്രബോധനം ചെയ്യാൻ ബാധ്യതയുള്ളവനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറയാണ്, ശിയാ വിശ്വാസം വ്യക്തമായി പ്രചരിപ്പിക്കാനുള്ള സുസംഘടിതമായ നീക്കം കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, നിങ്ങൾ കേൾക്കൂ. അലി റളിയല്ലാഹു അൻഹുവിനോട് വന്ന് സ്പെഷ്യലായി വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അലി റളിയല്ലാഹു അൻഹു ഖുർആനുണ്ട്, എല്ലാവരും അടുത്തുള്ള തന്നെ. എന്റെ അടുത്തൊരു ചെറിയ ഏടുണ്ട്. അത് കാര്യമായിട്ട് കുറെ കൂടുതലൊന്നുമില്ല, ഒരു 3-4 വിഷയമുള്ളൂ. അതിലൊരു വിഷയം എന്താണ്? മൻ അഹ്ദസ. നബി തങ്ങൾ പറഞ്ഞു, മൻ അഹ്ദസ, വല്ലവനും ഒരു പുത്തനാശയക്കാരനായാൽ, അല്ലാഹു കയ്യും കാലുണ്ട് എന്ന് പറഞ്ഞാലും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞാലും, അതുപോലെ തന്നെ ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങൾ മാറ്റി പറഞ്ഞാൽ, 4 മദ്ഹബിനെതിരെ പറഞ്ഞാലും, വിശ്വാസത്തിനെതിരെ പറഞ്ഞാലും പുത്തൻവാദിയായി. അങ്ങനെ ഒരു പുത്തൻവാദിയായാൽ, മൻ അഹ്ദസ, വല്ലവനും പുത്തൻവാദിയായാൽ, ബുഖാരിയിലെ ഹദീസാണ്, ഈമാൻ കിട്ടി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, നിസ്കാരവും നോമ്പുമൊക്കെ സ്വീകരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ, നിങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ അല്ലാഹു കബൂൽ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നവർ, ഞാൻ ഈ പറയുന്ന ഹദീസ് ബുഖാരിയിലുണ്ടോ എന്ന് പണ്ഡിതന്മാരോട് ചോദിക്കൂ. മൻ അഹ്ദസ, വല്ലവനും പുത്തൻവാദിയായാൽ, ഔ ആവാ മുഹദിസൻ, അല്ലെങ്കിൽ ഒരു പുത്തൻവാദിക്ക് ഇടം നൽകിയാൽ, പുത്തൻവാദിക്ക് ഇടം നൽകിയാൽ, പുത്തൻവാദി ഇല്ലാതെ തന്നെ നമുക്ക് നേടാൻ കഴിയുന്ന കാര്യത്തിൽ പുത്തൻവാദിക്ക് ഇടം നൽകിയാൽ, അതേ മൻ അഹ്ദസ, വല്ലവനും പുത്തൻവാദിയായാൽ, ഔ ആവാ മുഹദിസൻ, അല്ലെങ്കിൽ ഒരു പുത്തൻവാദി ആകണമെന്നില്ല, പുത്തൻവാദിക്ക് ഇടം നൽകിയാൽ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവന് അല്ലാഹുവിന്റെ ശാപമുണ്ട്, വൽ മലായിക, മലക്കുകളെ ശാപമുണ്ട്. മരിക്കുമെന്ന് വിശ്വാസമുള്ള മുസ്ലിമീങ്ങളെ, മരിക്കുന്ന സമയത്ത് റൂഹ് പിടിക്കാൻ വരുന്നത് മലക്കുൽ മൗത്താണ് കേട്ടോ. ഒരു പാർട്ടിയുടെയും നേതാക്കളല്ല, ഒരു സംഘടനയുടെയും നേതാക്കളല്ല, നമ്മളെ സംഘടനയുടെ നേതാക്കളുമല്ല, വേറെ സംഘടനയുടെ നേതാക്കളുമല്ല. നിങ്ങളിൽ വിവിധ പാർട്ടികൾക്ക് വോട്ട് ചെയ്തവരുണ്ടാകാം. നിങ്ങൾ വോട്ട് ചെയ്ത ഒരു പാർട്ടിയുടെയും നേതാക്കളല്ല, മലക്കാണ് കേട്ടോ.
ആ മലക്കുകളുടെ ലയനത്ത്, മലക്കുകളുടെ ശാപമുണ്ട്. ആർക്ക്? പുത്തനാശയക്കാർക്കുണ്ട്. പുത്തനാശയക്കാരായ ആളുകൾക്ക് ഇടം നൽകുന്നവർക്കും അള്ളാഹുവിന്റെ ലയനത്തുണ്ട്, മലക്കുകളെ ശാപമുണ്ട്. വന്നാസി അജ്മഈൻ, സർവ മഹാന്മാരുടെയും സർവ ജനങ്ങളുടെയും അഥവാ സർവ മഹത്വമുള്ള ജനങ്ങളുടെയും ലഅനത്ത്, അതേ ശാപം പുത്തനാശയക്കാർക്കുണ്ട്, അവർക്കിടം നൽകുന്നവർക്കുണ്ട്. ലാ യഖ്ബലുല്ലാഹു മിൻഹു അദ്ലൻ വലാ സർഫാ, അവരുടെ ഫർളോ സുന്നത്തോ അല്ലാഹു സ്വീകരിക്കൂല. പാതിരക്ക് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ഓ തബ്ലീഗുകാരാ, സുബഹിന്റെ ജമാഅത്തിന് പോകുന്ന ഓ മുജാഹിദ് പ്രസ്ഥാനത്തിൽ അറിവില്ലാതെ പെട്ടുപോയ, മുജാഹിദിൽ പെട്ടുപോയ സാധാരണക്കാരാ, ജമാഅത്തെ ഇസ്ലാമിയിൽ എന്താണതെന്നറിയാതെ പെട്ടുപോയ സാധാരണക്കാരാ, നിങ്ങളല്ല നിങ്ങൾ രോഗം ബാധിച്ചവരാണ്. രോഗം ഇവിടെ വിതരണം ചെയ്യുന്ന രോഗാണുക്കൾ ഈ മൗലവിമാരാണ്. അവരാണ് അള്ളാഹിനെ സംബന്ധിച്ച് അതാ കയ്യും കാലുമുണ്ടെന്ന് പറഞ്ഞത്, അവരാണ് ശരീഅത്തിനെതിരെ പറഞ്ഞത്, അവരാണ് നബി തങ്ങൾ സാധാരണക്കാരാണെന്ന് പറഞ്ഞത്. മുജാഹിദിലും ജമാഅത്തിലുമൊക്കെ പെട്ടുപോയവർ സാധാരണക്കാർ, വിവരമില്ലാത്തവരാണ്. അത്തരം സാധാരണക്കാർ നിറഞ്ഞു നിന്നൊരു നാടായിരുന്നു കുറ്റ്യാടിയും പരിസരങ്ങളും. 11 പ്രദേശങ്ങൾ. അവിടെ ചെന്ന് സുന്നത്ത് ജമാഅത്ത് എന്താണെന്നും സുന്നത്ത് ജമാഅത്തിന്റെ വിരുദ്ധാശയം എന്താണെന്നും ഓരോന്നും വരച്ച് കാണിച്ച് പറഞ്ഞു കൊടുത്തപ്പോ അൽഹംദുലില്ലാ ജമാഅത്ത് ഇസ്ലാമിയുടെ ട്രസ്റ്റ് മെമ്പറായ കോരങ്കോട്ട് മൂസഹാജി മരിക്കുമ്പോ സിറാജുൽ ഹുദയുടെ മണ്ണൂർ പള്ളിയുടെ പ്രസിഡന്റായി മരിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, അതുപോലെ 100 അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ കുറെ ചീത്ത പറയലല്ല, തെറി പറയലല്ല, കുറെ അനാവശ്യ വെല്ലുവിളിയല്ല, മറിച്ച് സുന്നത്ത് ജമാഅത്ത് എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തലാണ്. ഞാൻ പറയട്ടെ, പുത്തനാശയത്തിൽ പെട്ടുപോയാൽ അവരോട് പറയുന്നു, നിങ്ങൾ ആ പുത്തനാശയത്തിൽ നിന്ന് പിന്മാറിക്കോളൂ. സുന്നത്ത് ജമാഅത്ത് ഹഖാണ്, അതിലേക്ക് തിരിച്ചു വന്നോളൂ. അവിടെ വരാൻ നിങ്ങൾക്കൊരു തടസ്സവുമില്ലല്ലോ. നിങ്ങൾ അഥവാ സുന്നത്ത് ജമാഅത്തിന്റെ പുറത്താണെങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പുറത്തുള്ളവന് ഇടം നൽകുന്നവനും ലാ യഖ്ബലുല്ലാഹു മിൻഹു അദ്ലൻ വലാ സർഫാ, അവന്റെ ഒരു ഫർളോ സുന്നത്തോ അല്ലാഹു സ്വീകരിക്കൂല. അപ്പൊ നിസ്കാരം സ്വീകരിക്കണോ, നോമ്പ് സ്വീകരിക്കണോ, സകാത്ത് സ്വീകരിക്കണോ, റിലീഫ് സ്വീകരിക്കണോ, നിങ്ങൾ ശരീഅത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി നടത്തുന്ന റാലി സ്വീകരിക്കണോ, ശരീഅത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനം അല്ലാഹു സ്വീകരിക്കണോ? സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ചോളണം. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധിക്കിടം നൽകിയാൽ അല്ലാഹു ഒരമലും സ്വീകരിക്കൂല. ഇമാം ബുഖാരി ആവർത്തിച്ച് റിപ്പോർട്ടിന ഈ ഹദീസ് അത് നേരിൽ കണ്ടതുകൊണ്ടാണ് ഒരു ഇമാമിനും തർക്കമില്ലാതെ 4 മദ്ഹബിന്റെ ഇമാമീങ്ങളും സർവ്വ സഹാബികളും സുന്നിയല്ലാത്തവരുമായി മാറി നിൽക്കണം, അതിൽ പണ്ഡിതന്മാർക്ക് തർക്കമില്ല എന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു മുസ്തസ്ഫയിൽ രേഖപ്പെടുത്തിയത് കേട്ടോ. ഇത് ഞങ്ങൾ ഉറച്ചു നിൽക്കും. ഒരു കാര്യം ഞാൻ പറയാം, ഈ ആശയത്തിൽ നബി തങ്ങൾ പഠിപ്പിച്ച ആശയത്തിൽ, ഈ ശരീഅത്ത് നിയമത്തിൽ മഹാനായ കാന്തപുരം ഉസ്താദും അനുയായികളും മരണം വരെ ഉറച്ചു നിൽക്കും. ആരും ഞങ്ങളെ ഒറ്റപ്പെടുത്തരുതേ. നിങ്ങളെല്ലാം ഞങ്ങളെ കൂടെ വരണേ. നിങ്ങൾക്ക് സ്വർഗത്ത് കടക്കാനാ, നിങ്ങൾക്ക് സ്വർഗത്ത് കടക്കാനാ. ഇത് നിങ്ങൾക്ക് നിങ്ങളെ കൂടെയുള്ള പണ്ഡിതന്മാര് പറഞ്ഞു തന്നില്ലെങ്കിൽ അവർക്ക് അല്ലാഹു വെച്ചത് മൻ ഖതമ ഇൽമൻ ഫഅൽജമഹു അല്ലാഹു ബിലുജാമി മിനൻ നാർ, നരകത്തിൽ ചങ്ങലയാണ്, തീയിനാലുള്ള ചങ്ങല. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചോദിക്കൂ മറ്റുള്ള പണ്ഡിതന്മാരോട്, പേരോട് സഖാഫി ഇന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കിതാബിലുണ്ടോ? ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇനി ഒന്നുകൂടി പറയട്ടെ, എവിടെങ്കിലും ഞങ്ങൾ ഒരു മുജാഹിദ് മൂലയിൽ വെച്ചിട്ട് പങ്കെടുത്ത പരിപാടി ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അവരോട് പറയണം, അത് നിങ്ങളോട് ചോദിക്കും അങ്ങനെ അവർ പങ്കെടുത്തില്ലേ, അപ്പൊ നിങ്ങൾ അവരോട് പറയണം
അവരൊക്കെ ഫിഖിന്റെ കിതാബൊക്കെ ഓതിയിട്ടുണ്ട്. ഇല്ലാലി മസ്ലഹത്തിൻ ദീനിയത്തിൻ ഔ ദുന്യവിയത്തിൻ എന്നവിടെ ഒരു ഇസ്തിദിന കണ്ടിട്ടുണ്ട്. അതിന്റെ അർത്ഥം അവരോട് ചോദിച്ചാൽ മതി. ഒരു ഇസ്തിദിന കണ്ടിട്ടുണ്ട്. ദീനിന്റെ ഗുണത്തിന് അനിവാര്യമാണെന്ന് വന്നാൽ ചിലപ്പോൾ ഒരു സ്റ്റേജിൽ പങ്കെടുക്കും. അങ്ങനെയാണ് കൊട്ടപ്പുറം സംവാദം ഒറ്റ സ്റ്റേജിൽ വെച്ച് നടന്നത്. ദീനിന്റെ ഗുണത്തിന് ഒരു സ്റ്റേജിൽ പങ്കെടുക്കൽ അനിവാര്യമായിരുന്നു. അതുപോലെ തന്നെ മൗലവിമാരുമായി വിനീതനായ ഞാൻ പലപ്പോഴും ഒറ്റ സ്റ്റേജിൽ നിന്ന് ഞങ്ങൾ സംവാദം നടത്തിയിട്ടുണ്ട്. ദീനിന്റെ ഗുണത്തിന് വേണ്ടിയാ. അപ്പൊ ദീനിന്റെ ഗുണത്തിന് വേണ്ടി അനിവാര്യമായി വന്നാൽ ഒന്നിച്ചൊരുമിച്ച് കൂടുതലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു തെറ്റിദ്ധാരണ ഒരു പത്രത്തിൽ ഞാൻ കണ്ടു. ബഹുമാനപ്പെട്ട മർഹൂം ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിൽ സന്തോഷം നൽകട്ടെ, അദ്ദേഹം ഒരു സ്റ്റേജിൽ പങ്കെടുത്തത് കൊണ്ടാണ് നമ്മളുടെ സംഘടനയിൽ സമസ്തയിൽ ഭിന്നിപ്പുണ്ടായത്. അല്ലേ അങ്ങനെ ആരും തെറ്റിദ്ധരിക്കല്ലേ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, 1983-84 കാലത്ത് ഈ കോഴിക്കോട് അരീക്കാട് പള്ളി എന്നൊരു പള്ളി, ആ പള്ളിയുടെ സംഖ്യ അമുക്കി എന്ന് പറഞ്ഞ റിപ്പോർട്ട് വന്നത് ഓർമ്മയുണ്ടോ? എന്റെ അടുക്കൽ ഇപ്പോഴും പത്രമുണ്ട്. അമുക്കി എന്നൊരു അമുക്കിയിട്ടില്ല. അങ്ങനെ ചേർന്നാൽ അങ്ങനെയല്ലേ. ഏതായിരുന്നാലും അത് ഞാൻ ചോദിക്കട്ടെ, അത് ഏത് ഭിന്നതയായിരുന്നു? ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെ പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിക് കോളേജിൽ നിന്ന് പുകയിച്ചിട്ട് കുറച്ച് ചാടിച്ചു. ഇ.കെ. പറഞ്ഞത് പത്രത്തിലുണ്ട്. അത് ഏത് അടിസ്ഥാനത്തിലായിരുന്നു? ഇങ്ങനെ തുടങ്ങിയിട്ട് അതിനൊരു വലിയ ചരിത്ര പശ്ചാത്തലമുണ്ട്. സുന്നി സംഘടനയിൽ ഭിന്നിപ്പുണ്ടാകാൻ കൊല്ലങ്ങളുടെ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. അവസാനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു ശരീഅത്ത് വിവാദ വിഷയം വന്നപ്പോ പ്രധാനമന്ത്രിയെ കാണാൻ സമസ്തയുടെ കീഴിൽ പ്രത്യേകമായി ടീം പോകാൻ തീരുമാനിച്ചു. ആ ടീമിൽ ഒന്ന് ബഹുമാനപ്പെട്ട മർഹൂം ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, ഒന്ന് ബഹുമാനപ്പെട്ട താജുൽ ഉലമ, ഒന്ന് കാന്തപുരം ഉസ്താദ്, ഒന്ന് നമ്മളെ വഫാ സാഹിബ് വിഷയങ്ങളൊക്കെ സമർത്ഥിച്ചു കൊടുക്കാനും എഴുതി കൊടുക്കാനൊക്കെ. ആ തീരുമാനം സമസ്തയുടെ ഏകോപിച്ച തീരുമാനം. ആ തീരുമാനം ഒരു യോഗവും ചേർന്ന് മാറ്റാതെ ആ തീരുമാനത്തിനെതിരായി ഒരു നീക്കം വന്നപ്പോ സംഘടനാപരമായ ഭിന്നത വന്നു. ഇതാണ് അടിസ്ഥാനപരമായ കാരണം. അല്ലാതെ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ അന്നൊരു സ്റ്റേജ് പങ്കെടുത്തോണ്ടല്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഈ കോഴിക്കോട്ട് വഫാത്തായി പോയ ഞങ്ങളുടെ നേതാവ് ബഹുമാനപ്പെട്ട മർഹൂം ഫضل പൂക്കോയ തങ്ങൾ അന്നത്തെ സ്റ്റേജിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ സംഘടനയിൽ പോയിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേജിൽ പങ്കെടുത്തത് കൊണ്ടാണ് എന്ന് ഇപ്പോഴും നമ്മുടെ രാവിലെ ഇറങ്ങുന്ന നമ്മുടെ പത്രത്തില് ഞാൻ ഇപ്പോഴും വായിച്ചു. അവരിപ്പോഴും പഴയത്, ഇന്ന് വരെ പഴയത് പൊളിച്ചത് ഇപ്പോഴും അവരിങ്ങനെ പറയാണ്. പക്ഷെ മുജാഹിദുകൾക്കൊരു സ്വഭാവം, നമ്മൾ 100 പ്രാവശ്യം മറുപടി പറഞ്ഞാൽ പിറ്റേന്നും പറയുക തന്നെ. അതുപോലെ ഇതൊക്കെ നമ്മൾ പലപ്പോഴും വിവരിച്ചതാണ്. അവിടെ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹം ആ ഒരു സ്റ്റേജിൽ പങ്കെടുത്തതല്ല സമസ്തയുടെ പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാകാൻ കാരണം എന്ന് പറയാൻ. ഒന്നുകൂടി ഞാൻ അവിടെ ഊന്നി പറയാൻ, ഇവിടെ ഈ സ്റ്റേജിൽ നേരത്തെ ഒരാൾ പ്രസംഗിച്ചു. അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിലെ ഒരു വാചകം നമ്മുടെ സ്റ്റേജിനോട് ചേർന്നതല്ലെന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അദ്ദേഹം ഈ സ്റ്റേജിൽ നിന്നിട്ട്, ഈ സ്റ്റേജിൽ നിന്ന് ഞാൻ അങ്ങനെ ഉണ്ടല്ലോ നിയമസഭയിലൊക്കെ ചിലപ്പോ അതങ്ങ് പിൻവലിക്കലുണ്ട്, അത് രേഖയിലുണ്ടാവില്ല. അങ്ങനെ ചിലത് പറഞ്ഞു കുടുങ്ങിയാൽ പിന്നെ രേഖയിലുണ്ടാക്കാൻ ചെയ്യേണ്ടി വരും. കാരണം അപ്പുറത്തും ഉണ്ടാവില്ലേ ചോദ്യം ചെയ്യുന്ന ആളുകൾ. ഇങ്ങനെ പലരും വഷളാകലുണ്ടല്ലോ. അപ്പോ അദ്ദേഹം എന്ത് ചെയ്തു? അത് പിൻവലിച്ചു. ഇതുപോലെ ആ സ്റ്റേജിൽ വെച്ച് 3 തലാഖ് ചൊല്ലിയാൽ ഒന്നേ പോകുള്ളൂ എന്ന് 4 മദ്ഹബിനുമെതിരായ ഒരു പ്രസംഗം മുജാഹിദുൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരാൾ നടത്തിയിരുന്നു. അതിനെതിരെ അവിടെ പങ്കെടുത്ത ആരും ഒരക്ഷരം ഉരിയാടിയില്ല. അപ്പൊ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ശരീഅത്ത് സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞിട്ട് സുന്നികളെ അല്ലാത്തവരൊക്കെ ഒന്നിച്ചൊരുമിച്ച് കൂട്ടിയിട്ട് മുജാഹിദ് ആശയം പ്രചരിപ്പിക്കാന്നുള്ളതാണ് കോഴിക്കോട് മുതലക്കളം മൈതാനിയിലും അന്ന് നടന്നിരുന്നത്. അതിനെ ഒരാളും ചോദ്യം ചെയ്തില്ല. അത് ശരിയായില്ല എന്ന അഭിപ്രായം ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. അല്ലാതെ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ഒരു യോഗത്തിൽ പങ്കെടുത്തതുകൊണ്ട് സമസ്ത ഭിന്നിച്ചതാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയല്ല. അതിന്റെ വർഷങ്ങൾക്ക് മുമ്പ് ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ അവറുകൾ പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിക് കോളേജിൽ നിന്ന് പോയി പൂച്ചക്കാട് ദർസ് നടത്തേണ്ടി വന്നതും പിന്നെ നന്ദിയിലേക്ക് വന്നതും അതുകൊണ്ടല്ലല്ലോ. അതുപോലെ തന്നെ ഇവിടെ അരീക്കാട് വള്ളിപ്രശ്നം വന്നത് അതുകൊണ്ടല്ലല്ലോ. അതുപോലെ തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ ഇപ്പൊ ഞാൻ ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല. ഒരുപാട് വിഷയം ആ വിഷയത്തിൽ ഞങ്ങൾക്ക് പറയാനുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പൊ എന്തിന് നമ്മളതൊക്കെ പറയണം? അതുകൊണ്ട് ഞാൻ എല്ലാവരോടും വളരെ വിനയത്തോടെ പറയാണ്, നമ്മൾ ഭിന്നിക്കേണ്ട സമയമല്ല, നമ്മൾ ഒന്നിക്കേണ്ട സമയമാണ്. പക്ഷെ ഒന്നിക്കൽ എങ്ങനെ? അത് ശറഈന്റെ നിയമം അനുസരിച്ച്.
അതിങ്ങനെ പറ്റുമല്ലോ. ഈ കെ മുസ്ലിം അന്ന് പറഞ്ഞത് അങ്ങനെയാണ്. മുജാഹിദുകൾ അവരെ വകയിൽ അവർ പറയട്ടെ, ജമാഅത്തേർ പറയട്ടെ, സുന്നികളിന്റെ പല സംഘടനയുണ്ട്, SSF വേറെ പറയട്ടെ, SYS വേറെ പറയട്ടെ, അങ്ങനെയാകാം. ഇനിയോ ഒരുമിക്കാൻ പറ്റുന്നവർക്ക് ഒരുമിക്കാം, ഒരുമിക്കേണ്ട സമയത്ത് ഒരുമിക്കാം, ഒരുമിക്കേണ്ട ആവശ്യത്തിന് ഒരുമിക്കാം. അതേസമയത്ത് നിങ്ങൾ നോക്കൂ, ഇന്നിവിടെ ഈ സ്റ്റേജില് മുസ്ലിങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്, അമുസ്ലിങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്, അതിൽ പഠിച്ചവനില്ല എന്ന് പറഞ്ഞവർ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവരും പങ്കെടുത്തു. എന്തിന്? ഏക സിവിൽ കോഡിനെതിരെ ഞങ്ങളെല്ലാവരും ഉണ്ട് എന്നത് ബോധ്യപ്പെടുത്താൻ എല്ലാവരും പങ്കെടുത്തു. അങ്ങനെയൊന്ന് പങ്കെടുക്കാൻ വേണ്ടി എല്ലാവരും പങ്കെടുക്കുന്ന ഏക സിവിൽ കോഡിന് എതിരെയുള്ളൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി അതിനും ഞങ്ങളെല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരിക്കലും അനയിക്കേണ്ടെങ്കിൽ, കാരണം എല്ലാ രാഷ്ട്രീയക്കാരെയും ക്ഷണിക്കുമ്പോ അവരെ ക്ഷണിക്കണ്ടേ? അല്ലേ ശരി, എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. വരുന്നോലും വരാത്തവരൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. പലപ്പോഴും മുമ്പ് വന്നിട്ടില്ല എന്നുള്ള ഓർമ്മ ഉണ്ടായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കങ്ങനെ ഒരു ഭിന്നത ഉണ്ടാക്കുന്ന രംഗത്ത് നമ്മൾ ഒരിക്കലും ഇല്ല. ഇനി ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇവിടെ 6 പാർട്ടികൾ ഇവിടെ ന്യൂനപക്ഷ സമുദായ സംരക്ഷണത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. 6 പാർട്ടികൾ. പേര് നിങ്ങൾ രാവിലെ പോയിട്ട് ആരോടും ചോദിച്ചോളി, എല്ലാവർക്കും അറിയുന്നെങ്കിൽ. 6 പാർട്ടികൾ. ആ 6 പാർട്ടികളും സമുദായത്തിന്റെയും ന്യൂനപക്ഷത്തിന്റെയും സംരക്ഷണത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടികൾ എന്നാണ് പരസ്യമായി പറയുന്നത്. ഈ അടുത്തൊരു പാർട്ടിക്കാരുടെ പ്രസംഗം ഞാൻ കുറ്റിയാടിയിൽ നിന്ന് കേട്ടു. അദ്ദേഹം പറഞ്ഞ കുറച്ചേ കേട്ടുള്ളൂ. അദ്ദേഹം പറയാണ്, ഈ പണ്ഡിതന്മാര് സ്റ്റേജിൽ കയറിയിട്ട് മപ്പർത്ത സംഘടനയുടെ പുസ്തകമൊന്നും വായിച്ചിട്ട് വീഴ്പ്പലക്കരുത്. ഞാനിങ്ങനെ ആലോചിക്കാണ്, അപ്പൊ ഇതൊരു വീഴ്പ്പലക്കലല്ലേ? പണ്ഡിതന്മാരെ മൊത്തം അങ്ങാടിയിലിട്ട് പറയുക അതൊരു വീഴ്പ്പലക്കലല്ലേ? എന്നിട്ട് അദ്ദേഹം പറയാണ്, കുറെ പള്ളിയും മദ്രസയും ഉണ്ടാക്കുന്നു, അതൊന്നല്ല ഇവിടെ വേണ്ടത്. ഞാനിങ്ങനെ ആലോചിച്ച് ഇത് ആരെ വെച്ചു കൊടുക്കാനാ, ആരെ സന്തോഷിപ്പിക്കാനാ? ഞാൻ ചോദിക്കട്ടെ, കുറ്റ്യാടിയിലെ തന്നെ അറിയാം, കുറ്റ്യാടിയിൽ ഞാൻ ചെല്ലുമ്പോൾ ഒരൊറ്റ ബേക്കറിയാണ്. ഇപ്പൊ എത്ര ബേക്കറി ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് പോയി എണ്ണി നോക്കി. ഡസൻ കണക്കിന് ബേക്കറിയാണ്. കുറ്റ്യാടിയിൽ ഞാൻ ചെല്ലുമ്പോ ഒരൊറ്റ ബാങ്ക്, അംഗീകൃത ബാങ്ക് ഇല്ല. അതുകൊണ്ട് ഒറ്റ ക്യൂ ഉണ്ടായിരുന്നില്ല. അന്ന് പിന്നെ ക്യൂ നിൽക്കുന്നതായിട്ട് കാണലുമില്ല. ഞാൻ പറഞ്ഞത്, ഇപ്പൊ എത്ര ബാങ്കുകളാ? ഒരൊറ്റ 1-2 ഹോട്ടലായിരുന്നു, ഇപ്പൊ എത്ര ഹോട്ടലാ? അപ്പൊ ഭൗതിക രംഗത്ത് നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യവും വർദ്ധിക്കുന്നുണ്ട്. എങ്കിലും ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ആത്മീയ രംഗത്തും ഇടക്കിടക്ക് മദ്രസ വേണ്ടേ? ഇടക്കിടക്ക് പള്ളി വേണ്ടേ? പൊന്നാനിയിൽ പഴയ കാലത്ത് എത്ര പള്ളി അടുത്തടുത്തുണ്ടാക്കി? കോഴിക്കോട് ഈ വലിയങ്ങാടിയിൽ അടുത്തടുത്ത് എത്ര പള്ളി ഉണ്ടാക്കി? വടകര താഴെയങ്ങാടിയിൽ എത്ര അടുത്തടുത്ത് പള്ളി ഉണ്ടാക്കി? ഇനി ദുബായിലോ അബുദാബിയിലോ ഒന്നും വേണ്ട, മക്ക മദീനയിൽ എടുത്തോളൂ, ഹറമിന്റെ തൊട്ടടുത്ത് തൊട്ട് എത്ര പള്ളിയുണ്ട്? അപ്പൊ മുസ്ലിമീങ്ങൾക്ക് നിസ്കരിക്കാൻ പള്ളി ധാരാളം ഉണ്ടാകണം. കുട്ടികൾക്ക് പഠിക്കാൻ പഴയകാലം പോലെ ചീറിപ്പായുന്ന വണ്ടി ഇങ്ങനെ പോവാണ്, വാഹനത്തിൽ പോകാൻ കഴിയില്ല. അടുത്തടുത്ത് മദ്രസകൾ ഉണ്ടാകണം. ഈ മദ്രസകൾക്കും പള്ളികൾക്കുമെതിരെ ന്യൂനപക്ഷ സംരക്ഷണത്തിൽ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പുറപ്പെട്ട കക്ഷികള് പ്രസംഗിക്കുകയാണ്. പ്രസംഗിച്ചു കഴിഞ്ഞാലോ ഇസ്ലാം ഒരു തീവ്രവാദ പ്രസ്ഥാനമാണെന്ന് ജനങ്ങൾക്ക് തോന്നുകയും ചെയ്യാണ്. ഇത് കടുത്ത വിധേയത്താണ്. പള്ളിക്കെതിരെയുള്ള പ്രസംഗം, മദ്രസകൾക്കെതിരെയുള്ള പ്രസംഗം പലരും നടത്തുന്നുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പറയാണ്. നേരത്തെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയെക്കുറിച്ച് പലരും പറഞ്ഞു. അത് ഞാൻ പറയണ്ടില്ല, രാഷ്ട്രീയക്കാർ പറയുന്നില്ല. ഞാൻ ഒരു മതപണ്ഡിതൻ എന്നുള്ള നിലക്ക് രാഷ്ട്രീയക്കാരെ പറ്റി അങ്ങനെ പറയണ്ടില്ലല്ലോ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാണ്, 6 പാർട്ടികൾ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ സംരക്ഷണത്തിൽ എന്ന് പറഞ്ഞ് കേരളത്തിൽ പ്രവർത്തിക്കുന്നു. ഈ 6 പാർട്ടികളെയും ഒരു സ്റ്റേജിൽ ഒരുമിച്ച് കൂടി കാണാൻ മുസ്ലിമീങ്ങളായി ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്. ഞങ്ങള് പലരുടെയും കൂടി ഒരു സ്റ്റേജിൽ പങ്കെടുക്കുന്നതിനാണെങ്കിലും വലിയ വിഷമമുള്ളവരുണ്ടല്ലോ. അവരോട് ഞാൻ പറയാണ്, 6 പാർട്ടികൾ ന്യൂനപക്ഷ സംരക്ഷണത്തിനു വേണ്ടി കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ 6 പാർട്ടികളും കൂടി ന്യൂനപക്ഷ സംരക്ഷണത്തിനു വേണ്ടി ഒരു സ്റ്റേജിൽ പങ്കെടുത്തൊരു ഫോട്ടോ കിട്ടാൻ മുസ്ലിം പണ്ഡിതന്മാരായ ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്. അത് നിങ്ങളൊന്ന് നിറവേറ്റി തരുമോ? അപ്പൊ നിങ്ങൾക്ക് അവിടെ ചില മറുപടികൾ ഉണ്ടാവും. ആ മറുപടി എന്താണ്? ഞങ്ങളെ പാർട്ടിക്ക് അത്രയൊന്നും ഇല്ലാത്ത അതിനെ കൂട്ടിയാല് ഞങ്ങളെ പാർട്ടിക്ക് ക്ഷീണാണ്, അവർക്ക് വളവാണ്. പിന്നെ ഞങ്ങൾക്കൊന്ന് പറയാണ്ട്, 99% സുന്നികള്, ആ സുന്നികൾക്ക് ഈ തീവ്രവാദങ്ങളും ഭീകരവാദങ്ങളും ലോകത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ പ്രതിസ്ഥാനത്ത് നിർത്തപ്പെടുന്ന കക്ഷികളെ ഇപ്പോൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ ഞങ്ങളുടെ പ്രസ്ഥാനത്തിനും സംഘടനക്കും നാണക്കേടുണ്ടാകും. അത് തന്നെയാണ് കാരണം. അതേസമയത്ത് അനിവാര്യമായ ഘട്ടം വന്നാൽ അതിനനുസരിച്ച് അപ്പോൾ പ്രവർത്തിക്കാനുള്ള ബുദ്ധിയും കഴിവും ശേഷിയും ആലോചനയും ശക്തിയും ഞങ്ങളെ പ്രസ്ഥാനത്തിനുണ്ട്, ഞങ്ങളെ സംഘടനക്കുണ്ട് എന്നീ സമയത്ത് ഉണർത്തുന്നു. ഞാൻ പറയുന്നതല്ല, കിതാബുൽ മുസ്തസ്ഫ, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഉസൂലിന്റെ കിതാബ് എടുത്തു നോക്കും. ഒരു ഇമാമിനും തർക്കമില്ല.
അതേസമയത്ത് സുന്നി പണ്ഡിതന്മാർ പരസ്പരം വീക്ഷണ വ്യത്യാസമുണ്ടാകാം. അവർക്കെതിരിൽ അവയിടയിൽ അങ്ങനെയാകാൻ പാടില്ല. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു 4 മദ്ഹബും പറയുന്ന സഹാബത്ത് മുഴുവനും പഠിപ്പിച്ച ഇസ്ലാമിക ശരീഅത്ത് പഠിപ്പിക്കുകയാണ്. ഈ ശരീഅത്ത് 4 മദ്ഹബിലെ ഇമാമിങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത നേതാവാരാണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് റിപ്പോർട്ട് ചെയ്ത ഹദീസ് സഹീഹുൽ ബുഖാരി മറിക്കൂ. മഹാനായ സയ്യിദ്ന അലി ഇബ്നു അബീ താലിബ് തങ്ങളോട് വന്നിട്ട് ഒരാൾ ചോദിക്കുന്നു, നിങ്ങൾക്ക് സ്പെഷ്യൽ വല്ല വിവരവും നിങ്ങളുടെ കയ്യിലുണ്ടോ? അങ്ങനെ സിയാക്കൾക്കൊരു വാദമുണ്ട്. സ്പെഷ്യൽ വിവരം കിട്ടിയ ഒരാളാണ് അലി ഇബ്നു അബീ താലിബ്. ആ ശിയാ വിശ്വാസം കേരളത്തിൽ ഇറക്കുമതി ചെയ്യാൻ ശക്തമായ പ്രചരണം നടക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ അടുത്ത് ഒരു പ്രസംഗകൻ പ്രസംഗിച്ചു, അതേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ ബഹുമാനം അലി ഇബ്നു അബീ താലിബിനാണ്. ഞാനത് കേട്ടപ്പോൾ അതിനെതിരെ ഒന്നും പറഞ്ഞില്ല. പറയാതിരിക്കാൻ കാരണം ഒരുപക്ഷെ അഹ്ലു ബൈത്ത് എന്ന നിലക്ക്, നബി കുടുംബം എന്ന നിലക്ക് ഒരു പ്രത്യേകതയുണ്ടെന്നായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കി. ഞാനൊന്നും പറഞ്ഞില്ല. പിന്നീട് അദ്ദേഹത്തിന് ഒരു ക്ലിപ്പ് ഞാൻ കേട്ടു. അതിൽ അദ്ദേഹം പറഞ്ഞു, അതൊന്നുമല്ല, ഞാനത് മനഃപൂർവ്വം വ്യക്തമായി തന്നെ പറയുന്നു, അലി ഇബ്നു അബീ താലിബിനേക്കാൾ ബഹുമാനം സിദ്ദീഖുൽ അക്ബറിനില്ല, ഉമർ ഇബ്നുൽ ഖത്താബിനില്ല. ഇത് സുന്നത്തി ജമാഅത്തിനെതിരാണ്. ശറഹുൽ അഖായിദ് ഓതിയ മുഴുവൻ മുതഅല്ലിമീങ്ങൾക്കും അറിയാം. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇജ്മാഅാണ്, പണ്ഡിതന്മാർക്ക് തർക്കമില്ലാത്ത ഇജ്മാഅാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ് 1ാം സ്ഥാനം, ഉമർ ഇബ്നുൽ ഖത്താബിനാണ് 2ാം സ്ഥാനം, ഉസ്മാൻ റളിയല്ലാഹു അൻഹു 3ാം സ്ഥാനം, 4ാം സ്ഥാനം അലി ഇബ്നു അബീ താലിബിനാണ്. പക്ഷേ ഈ പ്രസംഗിക്കുന്ന വ്യക്തി ശിയാ പ്രചരണം നടത്തുകയാണ്. ആ ശിയാ പ്രചരണം നടത്തുമ്പോൾ അദ്ദേഹത്തിന് പിന്തുണ വേണം. അതിന് അദ്ദേഹം അതിന്റെ കൂടെ ഒന്നും കൂടി പറഞ്ഞൊരു ക്ലിപ്പ് ഞാൻ കേട്ടു. ഒരു പാർട്ടിയിൽ ചേർന്ന ആൾ എല്ലാവരും സ്വർഗത്തിൽ കിടക്കും. അപ്പൊ ആ പാർട്ടിയുടെ ആളുകളെയൊക്കെ ശിയാക്കളാക്കേണ്ട പരിപാടിയാണ്. ഇത് ആ പാർട്ടിയിലുള്ള സുന്നികളായ ആളുകളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അവരോടും പ്രബോധനം ചെയ്യാൻ ബാധ്യതയുള്ളവനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറയാണ്, ശിയാ വിശ്വാസം വ്യക്തമായി പ്രചരിപ്പിക്കാനുള്ള സുസംഘടിതമായ നീക്കം കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, നിങ്ങൾ കേൾക്കൂ. അലി റളിയല്ലാഹുവിനോട് വന്ന് സ്പെഷ്യലായി വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അലി റളിയല്ലാഹുവിന്റെ ഖുർആനുണ്ട്, എല്ലാവരും അടുത്തുള്ള തന്നെ. എന്റെ അടുത്തൊരു ചെറിയ ഏടുണ്ട്. അതിൽ കാര്യമായിട്ട് കുറെ കൂടുതലൊന്നുമില്ല, ഒരു 3-4 വിഷയമുള്ളൂ. അതിലൊരു വിഷയം എന്താണ്? മൻ അഹ്ദഥ. നബി തങ്ങൾ പറഞ്ഞു, മൻ അഹ്ദഥ, വല്ലവനും ഒരു പുത്തനാശയക്കാരനായാൽ, അല്ലാഹു കയ്യും കാലുണ്ട് എന്ന് പറഞ്ഞാലും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞാലും, അതുപോലെ തന്നെ ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങൾ മാറ്റി പറഞ്ഞാൽ, 4 മദ്ഹബിനെതിരെ പറഞ്ഞാലും, വിശ്വാസത്തിനെതിരെ പറഞ്ഞാലും പുത്തൻവാദിയായി. അങ്ങനെ ഒരു പുത്തൻവാദിയായാൽ, മൻ അഹ്ദഥ, വല്ലവനും പുത്തൻവാദിയായാൽ, ബുഖാരിയിലെ ഹദീസാണ്, ഈമാൻ കിട്ടി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, നിസ്കാരവും നോമ്പുമൊക്കെ സ്വീകരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ, നിങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ അല്ലാഹു ഖബൂൽ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നവർ, ഞാൻ ഈ പറയുന്ന ഹദീസ് ബുഖാരിയിലുണ്ടോ എന്ന് പണ്ഡിതന്മാരോട് ചോദിക്കുവോ. മൻ അഹ്ദഥ, വല്ലവനും പുത്തൻവാദിയായാൽ, ഔ ആവാ മുഹ്ദിസൻ, അല്ലെങ്കിൽ ഒരു പുത്തൻവാദിക്ക് ഇടം നൽകിയാൽ, പുത്തൻവാദിക്ക് ഇടം നൽകിയാൽ, പുത്തൻവാദി ഇല്ലാതെ തന്നെ നമുക്ക് നേടാൻ കഴിയുന്ന കാര്യത്തിൽ പുത്തൻവാദിക്ക് ഇടം നൽകിയാൽ, അതേ മൻ അഹ്ദഥ, വല്ലവനും പുത്തൻവാദിയായാൽ, ഔ ആവാ മുഹ്ദിസൻ, അല്ലെങ്കിൽ ഒരു പുത്തൻവാദി ആകണമെന്നില്ല, പുത്തൻവാദിക്ക് ഇടം നൽകിയാൽ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവന് അല്ലാഹുവിന്റെ ശാപമുണ്ട്, വൽ മലായിക, മലക്കുകളെ ശാപമുണ്ട്. മരിക്കുമെന്ന് വിശ്വാസമുള്ള മുസ്ലിമീങ്ങളെ, മരിക്കുന്ന സമയത്ത് റൂഹ് പിടിക്കാൻ വരുന്നത് മലക്കുൽ മൗത്താണ് കേട്ടോ. ഒരു പാർട്ടിയുടെയും നേതാക്കളല്ല, ഒരു സംഘടനയുടെയും നേതാക്കളല്ല, നമ്മളെ സംഘടനയുടെ നേതാക്കളുമല്ല, വേറെ സംഘടനയുടെ നേതാക്കളുമല്ല. നിങ്ങളിൽ വിവിധ പാർട്ടികൾക്ക് വോട്ട് ചെയ്തവരുണ്ടാകാം. നിങ്ങൾ വോട്ട് ചെയ്ത ഒരു പാർട്ടിയുടെയും നേതാക്കളല്ല, മലക്കാണ് കേട്ടോ. ആ മലക്കുകളുടെ ലയനത്ത്, മലക്കുകളുടെ ശാപമുണ്ട്. ആർക്ക്? പുത്തനാശയക്കാർക്കുണ്ട്. പുത്തനാശയക്കാരായ ആളുകൾക്ക് ഇടം നൽകുന്നവർക്കും അള്ളാഹുവിന്റെ ലയനത്തുണ്ട്, മലക്കുകളെ ശാപമുണ്ട്. വന്നാസി അജ്മഈൻ, സർവ മഹാന്മാരുടെയും സർവ ജനങ്ങളുടെയും അഥവാ സർവ മഹത്വമുള്ള ജനങ്ങളുടെയും ലയനത്ത്, അതേ ശാപം
പുത്തനാശയക്കാർക്കുണ്ട്, അവർക്കിടം നൽകുന്നവർക്കുണ്ട്. ലാ യഖ്ബലുല്ലാഹു മിൻഹു അദ്ലൻ വലാ സർഫാ. അവരുടെ ഫർളോ സുന്നത്തോ അല്ലാഹു സ്വീകരിക്കൂല. പാതിരക്ക് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ഓ തബ്ലീഗുകാരാ, സുബഹിന്റെ ജമാഅത്തിന് പോകുന്ന ഓ മുജാഹിദ് പ്രസ്ഥാനത്തിൽ അറിവില്ലാതെ പെട്ടുപോയ മുജാഹിദിൽ പെട്ടുപോയ സാധാരണക്കാരാ, ജമാഅത്തെ ഇസ്ലാമിയിൽ എന്താണതെന്നറിയാതെ പെട്ടുപോയ സാധാരണക്കാരാ, നിങ്ങളല്ല നിങ്ങൾ രോഗം ബാധിച്ചവരാണ്. രോഗം ഇവിടെ വിതരണം ചെയ്യുന്ന രോഗാണുക്കൾ ഈ മൗലവിമാരാണ്. അവരാണ് അല്ലാഹനെ സംബന്ധിച്ച് അതാ കയ്യും കാലുമുണ്ടെന്ന് പറഞ്ഞത്, അവരാണ് ശരീഅത്തിനെതിരെ പറഞ്ഞത്, അവരാണ് നബി തങ്ങൾ സാധാരണക്കാരാണെന്ന് പറഞ്ഞത്. മുജാഹിദിലും ജമാഅത്തിലുമൊക്കെ പെട്ടുപോയവർ സാധാരണക്കാർ, വിവരമില്ലാത്തവരാണ്. അത്തരം സാധാരണക്കാർ നിറഞ്ഞു നിന്നൊരു നാടായിരുന്നു കുറ്റ്യാടിയും പരിസരങ്ങളും. 11 പ്രദേശങ്ങൾ. അവിടെ ചെന്ന് സുന്നത്ത് ജമാഅത്ത് എന്താണെന്നും സുന്നത്ത് ജമാഅത്തിന്റെ വിരുദ്ധാശയം എന്താണെന്നും ഓരോന്നും വരച്ച് കാണിച്ച് പറഞ്ഞു കൊടുത്തപ്പോ അൽഹംദുലില്ലാഹ് ജമാഅത്ത് ഇസ്ലാമിയുടെ ട്രസ്റ്റ് മെമ്പറായ കോരങ്കോട്ട് മൂസഹാജി മരിക്കുമ്പോ സിറാജുൽ ഹുദയുടെ മണ്ണൂർ പള്ളിയുടെ പ്രസിഡന്റായി മരിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, അതുപോലെ 100 അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ കുറെ ചീത്ത പറയലല്ല, തെറി പറയലല്ല, കുറെ അനാവശ്യ വെല്ലുവിളിയല്ല, മറിച്ച് സുന്നത്ത് ജമാഅത്ത് എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തലാണ്. ഞാൻ പറയട്ടെ, പുത്തനാശയത്തിൽ പെട്ടുപോയാൽ അവരോട് പറയുന്നു, നിങ്ങൾ ആ പുത്തനാശയത്തിൽ നിന്ന് പിന്മാറിക്കോളൂ. സുന്നത്ത് ജമാഅത്ത് ഹഖാണ്, അതിലേക്ക് തിരിച്ചു വന്നോളൂ. അവിടെ വരാൻ നിങ്ങൾക്കൊരു തടസ്സവുമില്ലല്ലോ. നിങ്ങൾ അഥവാ സുന്നത്ത് ജമാഅത്തിന്റെ പുറത്താണെങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പുറത്തുള്ളവന് ഇടം നൽകുന്നവനും ലാ യഖ്ബലുല്ലാഹു മിൻഹു അദ്ലൻ വലാ സർഫാ. അവന്റെ ഒരു ഫർളോ സുന്നത്തോ അല്ലാഹു സ്വീകരിക്കൂല. അപ്പൊ നിസ്കാരം സ്വീകരിക്കണോ, നോമ്പ് സ്വീകരിക്കണോ, സകാത്ത് സ്വീകരിക്കണോ, റിലീഫ് സ്വീകരിക്കണോ, നിങ്ങൾ ശരീഅത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി നടത്തുന്ന റാലി സ്വീകരിക്കണോ, ശരീഅത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനം അല്ല സ്വീകരിക്കണോ? സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ചോളണം. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധിക്കിടം നൽകിയാൽ അല്ലാഹു ഒരമലും സ്വീകരിക്കൂല. ഇമാം ബുഖാരി ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസ് അത് നേരിൽ കണ്ടതുകൊണ്ടാണ് ഒരു ഇമാമിനും തർക്കമില്ലാതെ 4 മദ്ഹബിന്റെ ഇമാമീങ്ങളും സർവ്വ സഹാബികളും സുന്നിയല്ലാത്തവരുമായി മാറി നിൽക്കണം, അതിൽ പണ്ഡിതന്മാർക്ക് തർക്കമില്ല എന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു മുസ്തസ്ഫയിൽ രേഖപ്പെടുത്തിയത് കേട്ടോ. ഇത് ഞങ്ങൾ ഉറച്ചു നിൽക്കും. ഒരു കാര്യം ഞാൻ പറയാം, ഈ ആശയത്തിൽ നബി തങ്ങൾ പഠിപ്പിച്ച ആശയത്തിൽ, ഈ ശരീഅത്ത് നിയമത്തിൽ മഹാനായ കാന്തപുരം ഉസ്താദും അനുയായികളും മരണം വരെ ഉറച്ചു നിൽക്കും. ആരും ഞങ്ങളെ ഒറ്റപ്പെടുത്തരുതേ. നിങ്ങളെല്ലാം ഞങ്ങളെ കൂടെ വരണേ. നിങ്ങൾക്ക് സ്വർഗത്ത് കടക്കാനാ, നിങ്ങൾക്ക് സ്വർഗത്ത് കടക്കാനാ. ഇത് നിങ്ങൾക്ക് നിങ്ങളെ കൂടെയുള്ള പണ്ഡിതന്മാര് പറഞ്ഞു തന്നില്ലെങ്കിൽ അവർക്ക് അല്ലാഹു വെച്ചത് മൻ ഖതമ ഇൽമൻ ഫഅൽജമഹുല്ലാഹു ബിലുജാമി മിനന്നാർ, നരകത്തിൽ ചങ്ങലയാണ്, തീയിനാലുള്ള ചങ്ങല. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചോദിക്കൂ മറ്റുള്ള പണ്ഡിതന്മാരോട്, പേരോട് സഖാഫി ഇന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കിതാബിലുണ്ടോ? ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇനി ഒന്നുകൂടി പറയട്ടെ, എവിടെങ്കിലും ഞങ്ങൾ ഒരു മുജാഹിദ് മൂലയിൽ വെച്ചിട്ട് പങ്കെടുത്ത പരിപാടി ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അവരോട് പറയണം, അത് നിങ്ങളോട് ചോദിക്കും അങ്ങനെ അവർ പങ്കെടുത്തില്ലേ, അപ്പൊ നിങ്ങൾ അവരോട് പറയണം, അവരൊക്കെ ഫിഖിന്റെ കിതാബൊക്കെ ഓതിയിട്ടുണ്ട്, ഇല്ലാലി മസ്ലഹത്തിൻ ദീനിയത്തിൻ ഔ ദുന്യവിയത്തിൻ എന്നവിടെ ഒരു ഇസ്തിഥിന കണ്ടിട്ടുണ്ട്. അതിന്റെ അർത്ഥം അവരോട് ചോദിച്ചാൽ മതി. ഒരു ഇസ്തിഥിന കണ്ടിട്ടുണ്ട്. ദീനിന്റെ ഗുണത്തിന് അനിവാര്യമാണെന്ന് വന്നാൽ ചിലപ്പോൾ ഒരു സ്റ്റേജിൽ പങ്കെടുക്കും. അങ്ങനെയാണ് കൊട്ടപ്പുറം സംവാദം ഒറ്റ സ്റ്റേജിൽ വെച്ച് നടന്നത്. ദീനിന്റെ ഗുണത്തിന് ഒരു സ്റ്റേജിൽ പങ്കെടുക്കൽ അനിവാര്യമായിരുന്നു. അതുപോലെ തന്നെ മൗലവിമാരുമായി വിനീതനായ ഞാൻ പലപ്പോഴും ഒറ്റ സ്റ്റേജിൽ നിന്ന് ഞങ്ങൾ സംവാദം നടത്തിയിട്ടുണ്ട്. ദീനിന്റെ ഗുണത്തിന് വേണ്ടിയാ.
അപ്പൊ ദീനിന്റെ ഗുണത്തിന് വേണ്ടി അനിവാര്യമായി വന്നാൽ ഒന്നിച്ചൊരുമിച്ച് കൂടുന്നതിനും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു തെറ്റിദ്ധാരണ ഒരു പത്രത്തിൽ ഞാൻ കണ്ടു. ബഹുമാനപ്പെട്ട മർഹൂം ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിൽ സന്തോഷം നൽകട്ടെ, അദ്ദേഹം ഒരു സ്റ്റേജിൽ പങ്കെടുത്തത് കൊണ്ടാണ് നമ്മളുടെ സംഘടനയിൽ സമസ്തയിൽ ഭിന്നിപ്പുണ്ടായത്. അല്ലേ അങ്ങനെ ആരും തെറ്റിദ്ധരിക്കല്ലേ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, 1983-84 കാലത്ത് ഈ കോഴിക്കോട് അരീക്കാട് പള്ളി എന്നൊരു പള്ളി, ആ പള്ളിയുടെ സംഖ്യ അമുക്കി എന്ന് പറഞ്ഞ റിപ്പോർട്ട് വന്നത് ഓർമ്മയുണ്ടോ? എന്റെ അടുക്കൽ ഇപ്പോഴും പത്രമുണ്ട്. അമുക്കി എന്നിട്ട് അമുക്കിയിട്ടില്ല. അങ്ങനെ ചേർന്നാൽ അങ്ങനെയല്ലേ. ഏതായിരുന്നാലും അത് ഞാൻ ചോദിക്കട്ടെ, അത് ഏത് ഭിന്നതയായിരുന്നു? ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെ പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജിൽ നിന്ന് പുകയിച്ചിട്ട് കുറച്ച് ചാടിച്ചു എന്ന് ഇ.കെ. പറഞ്ഞത് പത്രത്തിലുണ്ട്. അത് ഏത് അടിസ്ഥാനത്തിലായിരുന്നു? ഇങ്ങനെ തുടങ്ങിയിട്ട് അതിനൊരു വലിയ ചരിത്ര പശ്ചാത്തലമുണ്ട്. സുന്നി സംഘടനയിൽ ഭിന്നിപ്പുണ്ടാകാൻ കൊല്ലങ്ങളുടെ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. അവസാനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു ശരീഅത്ത് വിവാദ വിഷയം വന്നപ്പോ പ്രധാനമന്ത്രിയെ കാണാൻ സമസ്തയുടെ കീഴിൽ പ്രത്യേകമായി ടീം പോകാൻ തീരുമാനിച്ചു. ആ ടീമിൽ ഒന്ന് ബഹുമാനപ്പെട്ട മർഹൂം ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, ഒന്ന് ബഹുമാനപ്പെട്ട താജുൽ ഉലമ, ഒന്ന് കാന്തപുരം ഉസ്താദ്, ഒന്ന് നമ്മളെ വഫാ സാഹിബ് വിഷയങ്ങളൊക്കെ സമർത്ഥിച്ചു കൊടുക്കാനും എഴുതി കൊടുക്കാനൊക്കെ. ആ തീരുമാനം സമസ്തയുടെ ഏകോപിച്ച തീരുമാനം. ആ തീരുമാനം ഒരു യോഗവും ചേർന്ന് മാറ്റാതെ ആ തീരുമാനത്തിനെതിരായി ഒരു നീക്കം വന്നപ്പോ സംഘടനാപരമായ ഭിന്നത വന്നു. ഇതാണ് അടിസ്ഥാനപരമായ കാരണം. അല്ലാതെ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ അന്നൊരു സ്റ്റേജ് പങ്കെടുത്തോണ്ടല്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഈ കോഴിക്കോട്ട് വഫാത്തായി പോയ ഞങ്ങളുടെ നേതാവ് ബഹുമാനപ്പെട്ട മർഹൂം ഫضل പൂക്കോയ തങ്ങൾ അന്നത്തെ സ്റ്റേജിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ സംഘടനയിൽ പോയിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേജിൽ പങ്കെടുത്തത് കൊണ്ടാണ് എന്ന് ഇപ്പോഴും നമ്മളെ രാവിലെ ഇറങ്ങുന്ന നമ്മളെ പത്രത്തില് ഞാൻ ഇപ്പോഴും വായിച്ചു. അവരിപ്പോഴും ആ പഴയത്, ഇന്ന് വരെ ആ പഴയത് പുളിച്ചത് ഇപ്പോഴും അവരിങ്ങനെ പറയാണ്. പക്ഷെ മുജാഹിദുകൾക്കൊരു സ്വഭാവം, നമ്മൾ 100 പ്രാവശ്യം മറുപടി പറഞ്ഞാൽ പിറ്റേന്നും പറയുക തന്നെ. അതുപോലെ ഇതൊക്കെ നമ്മൾ പലപ്പോഴും വിവരിച്ചതാണ്. അവിടെ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ഒരു വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹം ആ ഒരു സ്റ്റേജിൽ പങ്കെടുത്തതല്ല സമസ്തയുടെ പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാകാൻ കാരണം എന്ന് പറയാൻ. ഒന്നുകൂടി ഞാൻ അവിടെ ഊന്നി പറയാൻ, ഇവിടെ ഈ സ്റ്റേജിൽ നേരത്തെ ഒരാൾ പ്രസംഗിച്ചു. അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിലെ ഒരു വാചകം നമ്മുടെ സ്റ്റേജിനോട് ചേർന്നതല്ലെന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അദ്ദേഹം ഈ സ്റ്റേജിൽ നിന്നിട്ട്, ഈ സ്റ്റേജിൽ നിന്ന് ഞാൻ അങ്ങനെ ഉണ്ടല്ലോ നിയമസഭയിലൊക്കെ ചിലപ്പോ അതങ്ങ് പിൻവലിക്കലുണ്ട്, അത് രേഖയിലുണ്ടാവില്ല. അങ്ങനെ ചിലത് പറഞ്ഞു കുടുങ്ങിയാൽ പിന്നെ രേഖയിലുണ്ടാക്കാൻ ചെയ്യേണ്ടി വരും. കാരണം അപ്പുറത്തും ഉണ്ടാവില്ലേ ചോദ്യം ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെ പലരും വഷളാകലുണ്ടല്ലോ. അപ്പോ അദ്ദേഹം എന്ത് ചെയ്തു, അത് പിൻവലിച്ചു. ഇതുപോലെ ആ സ്റ്റേജിൽ വെച്ച് 3 തലാഖ് ചൊല്ലിയാൽ ഒന്നേ പോകുള്ളൂ എന്ന് 4 മദ്ഹബിനുമെതിരായ ഒരു പ്രസംഗം മുജാഹിദുൽ ഇസ്ലാം പറയുന്ന ഒരാൾ നടത്തിയിരുന്നു. അതിനെതിരെ അവിടെ പങ്കെടുത്ത ആരും ഒരക്ഷരം ഉരിയാടിയില്ല. അപ്പൊ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ശരീഅത്ത് സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞിട്ട് സുന്നികളെ അല്ലാത്തവരൊക്കെ ഒന്നിച്ചൊരുമിച്ച് കൂട്ടിയിട്ട് മുജാഹിദ് ആശയം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് കോഴിക്കോട് മുതലക്കൽ മൈതാനിയിലും അന്ന് നടന്നിരുന്നത്. ആദ്യം തിരിഞ്ഞ് ഇപ്പോൾ ഗ്ലോബൽ വിസ്ഡം എന്ന പേരിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതോടെയാണ് വീണ്ടും ഐക്യശ്രമങ്ങൾ ആരംഭിച്ചത്. 2 സംഘടനകളും എനിക്ക് കേൾക്കണേ, ഈ പത്രത്തിൽ പറയുന്ന ആരാണ് ഐക്യശ്രമങ്ങൾ നടത്തിയത്? ചന്ദ്രികയിൽ പറഞ്ഞത് സമസ്തയുടെ നേതാക്കളാണ് എന്നാണ്. ഇതിൽ പറയുന്ന 2 സംഘടനകളും മുൻകൈയെടുത്തു തുടങ്ങിയ ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അപ്പൊ രാവിലെ നമുക്ക് 2 പത്രം കിട്ടി. ഇന്ന് മുജാഹിദിന്റെ 2 സംഘടനകൾ മുൻകൈയെടുത്ത് പ്രവർത്തിച്ചിട്ടാണ് ഐക്യശ്രമം നടക്കുന്നത്. ഈ സുപ്രഭാതത്തിൽ പറയുന്നു. അതേ സമയത്ത് ചന്ദ്രികയിൽ പറയുന്നു അങ്ങനെയല്ല, അത് സമസ്തന്റെ നേതാക്കള് കൂടിയിട്ടാണ് അത് തുടങ്ങിയത്. ഇതിൽ ഏതാണ് സഹീഹ്, ഏതാ വഹീഫ്? എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ്. ഇത് 2 പത്രമല്ലേ, ഇതിൽ ശരിയായ റിപ്പോർട്ട് ഏതാണ്? എന്തോ ആകട്ടെ, അങ്ങനെ ഒരു പരിപാടി നടന്നതിന് ശേഷം പിന്നെ നമ്മൾ കാണുന്നത് എന്താ? ഇതിൽ പിന്നെ കുറെ വിഷയമുണ്ട്, ഒക്കെ പറയാൻ ഇപ്പോൾ സമയമില്ല. എന്നാൽ ഐക്യശ്രമത്തിനോട് ഇരുവിഭാഗത്തിലെയും യുവജന നേതാക്കളിൽ പലർക്കും വിയോജിപ്പാണുള്ളത്. അറിവ് എന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ട് ഇരുവിഭാഗങ്ങൾക്കും വിയോജിപ്പുള്ള ആദർശ വിഷയങ്ങൾ യോജിപ്പിലെത്താൻ ആയിട്ടില്ല.
പ്രമാണങ്ങളെ വ്യാഖ്യാനിക്കുന്നതിൽ സ്വീകരിക്കേണ്ട മാനദണ്ഡത്തിലും ഹദീസുകളുടെ സ്വീകാര്യതയുടെ വിഷയത്തിലും അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. സഹീഹുൽ ബുഖാരിയിൽ പോലും നിർമ്മിത ഹദീസുകളുണ്ടെന്ന് വാദിക്കുന്നവർ മടവൂർ വിഭാഗത്തിലെ മുൻനിരയിലുണ്ട്. മുജാഹിദ് വിഭാഗം പിളർന്നതിനു ശേഷം ആദർശപരമായ വിഷയങ്ങളിൽ പലതിലും ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. 2007 മുതൽ മുജാഹിദ് ഔദ്യോഗിക വിഭാഗം ജിന്ന് പിശാചി വിഭാഗങ്ങളോട് സഹായാഭ്യർത്ഥന ശിർക്കാകില്ല, ബഹുദൈവ വിശ്വാസം ആകില്ല എന്ന് വാദിച്ചിരുന്നു. മടവൂർ വിഭാഗം അത് ശിർക്കാണ് എന്ന് വാദിക്കുന്നവരാണ്. മടവൂർ വിഭാഗത്തിന്റെ വാദത്തിലേക്ക് ഔദ്യോഗിക മുജാഹിദുകൾ മാറുമ്പോൾ ഇടക്കാലത്ത് മുജാഹിദ് വിഭാഗം സ്വീകരിച്ച നിലപാട് അനുസരിച്ച് സൃഷ്ടികളോട് സഹായാർത്ഥന നടത്തിയവർ മുശ്രിക്കുകളായിരുന്നു എന്ന് സമ്മതിക്കേണ്ടി വരും. അക്കാലത്ത് മരണപ്പെട്ടവരുടെ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന വിഷയത്തിലും അവ്യക്തതയുണ്ടാവും. അപ്പൊ ജിന്നിനോട് സഹായം ചോദിച്ചാലും മുശ്രിക്കാണ് എന്ന് പറഞ്ഞവരും മുശ്രിക്കല്ല എന്ന് പറഞ്ഞവരും അങ്ങനെ ജിന്നിനോട് സഹായം ചോദിച്ചവർ മരിച്ചും പോയിട്ടുണ്ട്. അവരുടെ കാര്യത്തിൽ ഈ യോജിപ്പുണ്ടാവുമ്പോ എന്താ ചെയ്യാ? ഖബറിന്റെ അടുത്ത് പോയിട്ട് അവരോടൊരു പ്രബോധനം നടത്തുകയാണോ എന്നതും വേറെ വിഷയമാണ്. ഏതായിരുന്നാലും ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്നത് ഈ ഐക്യശ്രമത്തെ സമസ്ത നേതാക്കളാണ് ഇടപെട്ട് ഐക്യശ്രമം നടത്തിയതെന്നും അവരങ്ങനെ ആ ഐക്യശ്രമം വിജയിച്ചു എന്നൊക്കെ പറയുമ്പോ അതിന് സമസ്തയുടെ സെക്രട്ടറി അതിന് ഒരു അഭിനന്ദനവും പറഞ്ഞതായിട്ട് പറയുമ്പോ അതാ വരുന്നു രാവിലെ മുജാഹിദ് ഐക്യം സമസ്ത സ്വാഗതം ചെയ്തിട്ടില്ല നേതാക്കൾ. എനിക്ക് കൺഫ്യൂഷനായൊരു വിഷയം ഞാൻ പറയാണ്, അതുകൊണ്ട് ആർക്കും വിഷമം തോന്നണ്ട. മുജാഹിദ് ഐക്യം സമസ്ത സ്വാഗതം ചെയ്തിട്ടില്ല നേതാക്കൾ. ഇനി ഇതിന്റെ പേരിൽ നേരത്തെ പരാമർശിക്കപ്പെട്ട രണ്ടാളുകൾ ഈ പ്രസ്താവനയിൽ പേര് വന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. കോഴിക്കോട് മുജാഹിദ് വിഭാഗങ്ങളുടെ ഐക്യശ്രമത്തെ സമസ്ത സ്വാഗതം ചെയ്തതായി ഒരു പത്രത്തിൽ വന്ന വാർത്ത വാസ്തവവിരുദ്ധമാണെന്ന് സമസ്ത നേതാക്കളായ കുമരമ്പത്തൂർ AP മുഹമ്മദ് മുസ്ലിയാർ, PKP അബ്ദുസലാം മുസ്ലിയാർ, MT അബ്ദുൽ മുസ്ലിയാർ, സയ്യിദ് മുഹമ്മദ് ജിഫരി മുത്തുക്കോയ തങ്ങൾ, കോട്ടുമല TM ബാപ്പു മുസ്ലിയാർ, CKM സ്വാദിഖ് മുസ്ലിയാർ, കോഴിക്കോട് PP ഉമർ മുസ്ലിയാർ എന്നിവർ സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു. ഇസ്ലാമിന്റെ ആവിർഭാവ കാലം മുതൽ ഐക്യത്തിനും സഹോദര്യത്തിനും കഴിഞ്ഞു വന്നവരായിരുന്നു കേരള മുസ്ലിങ്ങൾ. അവരുടെ പ്രസ്താവന തീർന്നു കേട്ടോളി. തീവ്രതയും ഭീകരതയും ഇല്ലാതെ മതസൗഹാർദ്ദത്തിന് മുന്തിയ പരിഗണനയാണ് അവർ നൽകിയിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സച്ചരിതരായ സഹാബത്തിന്റെയും സലഫുസ് സാലിഹീങ്ങളുടെയും ചര്യ പിൻപറ്റി മദ്ഹബിന്റെ ഇമാമിങ്ങളെ അംഗീകരിച്ച് പൂർണ്ണ ഐക്യത്തോടെ കഴിഞ്ഞിരുന്ന മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നതയുടെ വിത്ത് വിതച്ചത് 1920കളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ രംഗപ്രവേശനത്തോടെയായിരുന്നു. ഇതല്ലേ കൂട്ടരെ നമ്മളും പറഞ്ഞത്? ഇതല്ലേ ഞങ്ങളും പറഞ്ഞത്? മുസ്ലിം സമൂഹം നാളിതുവരെ നിലനിർത്തിപ്പോന്ന വിശ്വാസാചാരങ്ങളിൽ പലതും ശിർക്കും വിദേത്തുമാണെന്ന് പ്രചരിപ്പിച്ച് സമുദായത്തെ രണ്ട് തട്ടിലാക്കി ശക്തമായ അനൈക്യമുണ്ടാക്കുകയാണ് അവർ ചെയ്തത്. ഇതല്ലേ കൂട്ടരെ ഞങ്ങൾ ഇന്നിവരെ പറഞ്ഞത്? ഇതിനെതിരിൽ അക്കാലത്തുള്ള സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾ പടുത്തുയർത്തിയ പ്രസ്ഥാനമാണ് ബഹുസംസ്ഥകരണ ജമിയത്തുൽ ഉലമ. പൂർവസൂരികളായ പണ്ഡിതന്മാരും മുസ്ലിം ബഹുജനങ്ങളും നിലനിർത്തിപ്പോന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കുകയെന്നത് സമസ്തയുടെ മുഖ്യ ലക്ഷ്യമാണ്. ഇതിനെതിരിൽ പുത്തനാശയങ്ങളുമായി ആര് രംഗപ്രവേശനം ചെയ്താലും സമസ്ത അവരെ ശക്തമായി എതിർത്തു പോന്നിട്ടുണ്ട്. അപ്പൊ മുജാഹിദിനെ ശക്തിപ്പെടുത്തുന്ന ഏത് പരിപാടി വന്നാലും അതിനെ സമസ്ത ശക്തമായി എതിർത്തുണ്ട്. ഇനിയും കേട്ടോളി. ബിദ്അത്ത് പ്രചരിപ്പിക്കുകയും മുസ്ലിം ഐക്യം തകർക്കുകയും ചെയ്യുന്ന മുജാഹിദ് പ്രസ്ഥാനത്തെയോ അതിന്റെ ആശയങ്ങളെയോ ഒരിക്കലും സമസ്ത സ്വാഗതം ചെയ്തിട്ടില്ല, സ്വാഗതം ചെയ്യുകയുമില്ല. സ്വന്തം ആദർശപരമായി ഛിന്ന ഭിന്നമായി കൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം വികൃതമായ സെലഫിസത്തിന്റെ പേരിൽ ആടിയുലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഗ്രൂപ്പുകൾ തമ്മിൽ ഐക്യപ്പെടാനുള്ള മുജാഹിദ് നീക്കത്തിൽ സന്തോഷിക്കാനോ സ്വാഗതം ചെയ്യാനോ സുന്നത്ത് ജമാഅത്തിന്റെ അനുയായികൾക്ക് സാധ്യമല്ല. ഇതല്ലേ ഞങ്ങളും പറഞ്ഞത്? സുന്നത്ത് ജമാഅത്താണോ അവർക്ക് ഈ ഭിന്നതയുണ്ടാക്കുന്ന കക്ഷികളെ ശക്തിപ്പെടുത്താൻ നിവൃത്തിയില്ല. ഇത് ഇസ്ലാമിക ശരീഅത്താണ്. ആ ശരീഅത്ത് ആര് പഠിപ്പിച്ചതാണ്? ഇമാമിങ്ങൾ പഠിപ്പിച്ചു. ഇമാമിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എവിടെ പറഞ്ഞു? 4 മദ്ഹബിനും തർക്കമില്ല. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പേരോട് ജനിക്കുന്നതിന്റെ ഏകദേശം 1000ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ച മഹാപണ്ഡിതൻ. ആ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വത്തിഫാഖി സലഫിൽ ഉമ്മ, ഈ സമുദായത്തിലെ ഒരു സഹാബിക്കും തർക്കമില്ല, ഒരു ഇമാമിനും തർക്കമില്ല, 3 നൂറ്റാണ്ടുകളിൽ ഒരു മഹാനും തർക്കമില്ല. അലാ ദംമിൽ മുബ്തദിഅ, സുന്നി വിരുദ്ധരെ ആക്ഷേപിക്കണം. വമുഹാജറതിഹിം, അവരോട് പിണങ്ങി നിൽക്കണം. വമുഹാജറതിഹിം, അതേസമയത്ത് ശരീഅത്തിലൊരു നിയമമുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, സ്ത്രീയോട് കിടപ്പറയിൽ പിണങ്ങണം. അവിടെ ഇമാമിങ്ങൾ എന്ത് പറഞ്ഞു? മിണ്ടാതിരിക്കാൻ പാടില്ല, മിണ്ടണം, കിടക്കുന്ന സ്ഥലത്ത് മാത്രം മാറിയിരിക്കുന്ന.
3 ദിവസം പരസ്പരം മിണ്ടാതിരുന്നാൽ അമൽ സ്വീകരിക്കൂല. സുഹൃത്തുക്കളെ, ഇപ്പോഴും നമ്മളെ പണ്ഡിതന്മാരെ കണ്ടാൽ മിണ്ടാത്തവരില്ലേ? നമ്മളെ പണ്ഡിതന്മാരോട് സലാം പറയാത്തവരില്ലേ? നമ്മളെ പണ്ഡിതന്മാർ ഒരു മരിച്ച വീട്ടിൽ ചെന്നാൽ കൂക്കി വിളിക്കുന്നവരില്ലേ? അത് ഇസ്ലാമിക ശരീഅത്തിനെതിരാണ്. അതേ സമയത്ത് സുന്നിയല്ലാത്തവർ, ഇമാം ഗസാലി പറയാണ്, പണ്ഡിതന്മാർക്ക് തർക്കമില്ല, മുഹാജറത്തിഹിം, അവരുമായി പണങ്ങണം, വഖതഈ സുഹ്ബത്തി മഅഹും, അവരുമോടുള്ള മതരംഗത്തുള്ള ബന്ധം വിച്ഛേദിക്കണം. ഇനി ഞാൻ പറയട്ടെ, നിങ്ങൾ ആലോചിച്ചു, റാഫിളത്തിന്റെ വാദം, ആ റാഫിളത്തിന്റെ വാദമാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു 20 റക്അത്ത് തറാവീഹ് പുതുതായി ഉണ്ടാക്കിയതാണ്, ഇസ്ലാമിൽ അതില്ലെന്ന വാദം. അതിവിടെ കൊണ്ടുവന്നതാരാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 2 ബാങ്ക് കൊടുത്തുകൊണ്ട് ജുമുഅ നിർവഹിച്ചു. ഇമാം ബുഖാരി അത് സ്ഥിരപ്പെട്ടു എന്ന് രേഖപ്പെടുത്തി. ഒരു പണ്ഡിതനും തർക്കമില്ല. അതിവിടെ പാടില്ലെന്ന് പറഞ്ഞ് പള്ളിയിൽ പ്രശ്നം സൃഷ്ടിച്ചതാരാണ്? ഭിന്നത മുഴുവനും ഇവിടെ മുസ്ലിം സമുദായത്തിൽ കൊണ്ടുവന്നതാരാണ്? എന്ന് അവിടുന്നൊക്കെ പോയിട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ, ഖബറുകൾക്ക് നേർച്ച നേരുന്നതിൽ ഫലമുണ്ടെന്നും പ്രതിഫലമുണ്ടെന്നും വിശ്വസിക്കുന്നവൻ അവിശ്വാസിയും മുശ്രിക്കും ആയിരിക്കും. അവിശ്വാസി തന്നെ വിശ്വാസം ഇല്ലാത്ത ആള്, നേരത്തെ ഇവിടെ അവിശ്വാസി പറഞ്ഞല്ലോ. പിന്നെ മുശ്രിക്കുന്റെ ബഹുദൈവ വിശ്വാസിയായിരിക്കും. അവനെ കൊല്ലൽ നിർബന്ധമാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, നാളെ കൽപ്പാക്കല്ലേ. ഇത് മുജാഹിദിന്റെ അൽമനാറിൽ അവരെഴുതി വെച്ചതാണ്, അവരുടെ മുഖപത്രത്തിൽ. ഇനി 2 മുജാഹിദും കൂടി ഒന്നിക്കുന്നു എന്ന് പറഞ്ഞു, ആയിക്കോട്ടെ, 2 കൂട്ടർ ഒന്നായിട്ടുള്ളപ്പോൾ എഴുതി വെച്ചതാണ്. അതായത് മഖ്ബറകളിലേക്ക് നേർച്ച ചെയ്യുന്നവർ ബഹുദൈവ വിശ്വാസികളാണ്, അവരെ കൊല്ലൽ നിർബന്ധമാണ്. ഒരു മൗലവിയുടെ പ്രസംഗം, സുന്നി മദ്രസയിൽ പോകുന്ന ചെറിയ കുട്ടികളെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് കൊന്നുകളയണം, കാരണം അവരൊക്കെ കുറച്ചു കാലം കഴിഞ്ഞാൽ ബഹുദൈവ വിശ്വാസികളായിരിക്കും. അത് പ്രസംഗിച്ച ആ ക്ലിപ്പ് എത്ര സ്റ്റേജിൽ ഞാൻ തന്നെ കേൾപ്പിച്ചതാണ്. അപ്പൊ ഈ തീവ്രവാദ ആശയം അംഗീകരിക്കുന്ന, അത് പ്രചരിപ്പിക്കുന്ന പുത്തൻവാദികൾ, റാഫിളത്തിന്റെ ആശയം, അവരുടെ മറ്റൊരാശയമാണ് അള്ളാഹുവിന് കയ്യും കാലുമുണ്ടെന്ന ആശയം, അള്ളാഹു കസേരയിലിരിക്കുന്നു എന്ന ആശയം. ഈ വിഷയത്തിലാണ് നമ്മുടെ വാഴക്കാട് ഖണ്ഡനം കഴിഞ്ഞതിന് ശേഷം മുജാഹിദ് മൗലവിമാർ 2 മുജാഹിദ് മൗലവിമാരിൽ സുല്ലമിയുടെ പക്ഷം, ഉമർ സുല്ലമിയുടെ പക്ഷം, പഠിച്ചവരെ സംബന്ധിച്ച് അങ്ങനെയൊന്നും പറയാൻ പാടില്ല, ആ ആയത്തുകളൊക്കെ ഇമാമിങ്ങൾ വ്യാഖ്യാനിച്ചതുപോലെ വ്യാഖ്യാനിക്കണം. അബ്ദുറഹ്മാൻ സലഫിയുടെ പക്ഷം, എ.പി. അബ്ദുൽ ഖാദറിന്റെ പക്ഷം അങ്ങനെ വ്യാഖ്യാനിക്കൊന്നും വേണ്ട, അതൊക്കെ പഠിച്ചവര് കസേരയുണ്ട് എന്ന് തന്നെ പറഞ്ഞു, കയ്യും കാലുണ്ട് എന്ന് പറഞ്ഞു. ഈ 2 കൂട്ടരും കൂടി ഇപ്പൊ യോജിക്കുകയാണെന്ന് പത്രത്തിൽ കണ്ടു. യോജിപ്പിക്കുന്നത് ആരാണെന്നുള്ളത് പിന്നെ ഞാൻ വായിക്കാം. യോജിക്കുകയാണ് എന്ന് പത്രത്തിൽ കണ്ടു. കണ്ടോ, മുജാഹിദുകൾ യോജിക്കുന്നതിന് എ.പി. സുന്നികൾക്ക് അസൂയ ഇല്ലേ? ഞങ്ങൾക്കൊരസൂയയില്ല. നിങ്ങൾ 2 സ്റ്റേജും വന്ന് 2 സ്റ്റേജുമ്മൽ വെച്ചിട്ട് ഇതാ സുന്നികളെ കൊല്ലൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞാലും ഒറ്റ സ്റ്റേജിൽ വെച്ച് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപോലെ തന്നെയാണ്. ഞങ്ങൾക്ക് അതിലൊരു അസൂയയില്ല. നിങ്ങളിവിടെ യോജിച്ചാലെന്താ, യോജിച്ചില്ലെങ്കിൽ എന്താ. പക്ഷേ ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. എന്താ പറയാനുള്ളത്? നിങ്ങൾ പത്രത്തിൽ ഇപ്പൊ കാണുന്ന മുജാഹിദ് ഐക്യം ഇതിനെ സംബന്ധിച്ച് കാണുന്ന പരസ്പരം പോരടിച്ചു കഴിയുന്ന ഇരു വിഭാഗം മുജാഹിദ് സംഘടനകൾ തമ്മിൽ ഐക്യം യാഥാർത്ഥ്യത്തിലേക്ക് കഴിഞ്ഞ വർഷം ആരംഭിച്ച ഐക്യപ്രവർത്തനങ്ങൾക്ക് കോഴിക്കോട്ട് ചേർന്ന KNM ഔദ്യോഗിക വിഭാഗത്തിന്റെ സമ്പൂർണ്ണ സംസ്ഥാന കൌൺസിൽ യോഗം അംഗീകാരം നൽകി. ഇതോടെ ഐക്യദൌത്യം അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ജനുവരി ആദ്യം കോഴിക്കോട്ട് ഇരു വിഭാഗവും യോജിച്ച് ഐക്യ സമ്മേളനം ചരിത്ര സംഭവമായി നടത്താനാണ് ഈ നേതൃത്വങ്ങൾ ആലോചിക്കുന്നത്. അപ്പൊ അതിലെ ആൾക്കാരെല്ലാം പറഞ്ഞ അവസാനം പറയാണ്, ഔദ്യോഗിക വിഭാഗവും CP ഉമർ സുല്ലമിയുടെ നേതൃത്വത്തിലെ KNM വിഭാഗമാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്നു വന്നിരിക്കുന്നത്. അപ്പൊ അവർ അള്ളാഹിനെ പറ്റിയുള്ള വിശ്വാസം ഇനി മറക്കുകയാണ്. അവരെ തർക്കാവിഷയത്തിലാണ്. അള്ളാഹു തആലക്ക് കയ്യും കാലും ഉണ്ടോ ഇല്ലേ, അല്ല പഠിച്ചോൻ കസേരമേൽ ഇരിക്കുന്നുണ്ടോ ഇല്ലേ, രാത്രി പാതിരയാവുമ്പോൾ ഇറങ്ങി വരുന്നത്. ഞാൻ വാഴക്കാട്ടെന്ന് ചോദിച്ചു, അമേരിക്ക പാതിരയാവുമ്പോ അല്ലെങ്കിൽ ഇന്ത്യ പാതിരയാവുമ്പോ എന്ന് ചോദിച്ചു. അതിന് മറുപടി പറയണല്ലോ. അതിന് മറുപടി ഒന്നുമില്ല. അവർ ഒരൽമനാറിൽ പറഞ്ഞു പടച്ചവന് ഇടത്തെ കൈ ഇല്ല. ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അൽമനാറിൽ പറഞ്ഞു ഇടത്തെ കൈ ഉണ്ട്. ഇങ്ങനെ പടച്ചവനെ ഓപ്പറേഷൻ ചെയ്യാണ്. ഇങ്ങനെ പടച്ചവനെ ഓപ്പറേഷൻ ചെയ്യുന്ന ഈ മുജാഹിദ്, പടച്ചവനെ സംബന്ധിച്ച് തെറ്റായ വിശ്വാസം ഈ മുജാഹിദ്, ഇവര് ഇനി അഭിപ്രായ വ്യത്യാസം മറക്കുകയാണ് പോലും. അവർ മറന്നാലും ശരി ഓർമ്മിച്ചാലും ശരി, ഞങ്ങൾക്കത് വിഷയമല്ല. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, ഈ സഹാബത്തിനെ പിഴച്ചവരായി ചിത്രീകരിച്ചു. ആ സഹാബത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് സഹാബത്ത് ഒന്നടങ്കം അവരെ പിന്തുടർന്ന വല്ലദീന തബഉഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും അല്ലാഹു പൊരുത്തപ്പെട്ടു എന്ന് ഖുർആൻ. ആ സഹാബത്ത് ഒന്നടങ്കം പ്രഖ്യാപിച്ചു, 3 തലാഖ് ഒരുമിച്ച് ചൊല്ലിയാലും വെവ്വേറെ ചൊല്ലിയാലും 3 സുഹൃത്തുക്കൾ ചിന്തിക്കണം. ഒന്നിച്ച് 3 കുത്തു കുത്തിയാലും 3 അല്ല, വെവ്വേറെ 3 കുത്തിയാലും 3 ഇല്ലേ? നിങ്ങൾ നോക്ക്, 3 കമ്പുള്ള ഒരു കൊമ്പ്,
അതുകൊണ്ട് ഒന്നിച്ചൊരൊറ്റ കൊത്ത് 3 മുറി ഉണ്ടാവൂലേ? അല്ല, വെവ്വേറെ 3 കത്തിയിട്ട് 3 കുത്ത്, എന്നാലും 3 മുറി ഉണ്ടാവൂലേ? ഇനിയിപ്പോ ഏതെങ്കിലും ഒരു കോടതി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിയമം ആരെങ്കിലും കൊണ്ടുവന്നിട്ട് 3 കുത്ത് 3 കമ്പ് കൊണ്ട് കുത്തിയാൽ ഒറ്റ കുത്തേ ആവുള്ളൂ, അങ്ങനെ പറയണമെന്നാണ് നേരത്തെ ഒന്നിച്ച് ഒരു സ്റ്റേജിൽ ഇരുന്ന് ഞങ്ങള് മുത്തലാഖിന്റെ വിഷയമൊന്നും അനങ്ങൂല എന്ന് പറഞ്ഞ് പോയ മുജാഹിദും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയൊക്കെ പോയതിന്റെ ശേഷം പറയാണ് മുത്തലാഖിനെതിരെ ഞങ്ങൾ കക്ഷി ചേരുകയാണ്, അതുപോലെ തന്നെ ഞങ്ങൾ അതിൽ പോവുകയാണ്. മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ കൂടെ ഞങ്ങൾ അവിടെ സ്റ്റേജിൽ പറ്റി പറഞ്ഞാണ്, ഞങ്ങൾ പുറത്തു പോയതിന്റെ അങ്ങനല്ല. ഞാൻ എന്തിന് ഈ വഷളത്തിന് നിൽക്കണം? ഈ വഷളത്തരത്തിൽ എന്തിനു നിൽക്കണം? ഇത് ആലോചിക്കണം മുസ്ലിം ഉമ്മത്ത്. എന്നാൽ പിന്നെ അവിടെ നിൽക്കണ്ടേ അവര്? ആ 3 തലാഖ് ഒന്നിച്ചു ചൊല്ലിയാൽ പോവൂല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുമിച്ച് അവിടെ നിൽക്കണ്ടേ? അല്ലെങ്കിൽ പോകുന്ന പറയുന്നിടത്ത് നിൽക്കണ്ടേ? ഇത് രണ്ടുമില്ല. സ്റ്റേജിലൊന്ന്, പുറത്തൊന്ന്. ഇത് മുസ്ലിം സമുദായത്തെ വഞ്ചിക്കലല്ലേ? ഇസ്ലാമിനെ വഞ്ചിക്കലല്ലേ? ഈ വഞ്ചനയ്ക്ക് കൂട്ടു നിൽക്കാൻ ആർക്കെങ്കിലും കഴിയോ? ഇത് വളരെ ആഴത്തിൽ ചിന്തിക്കണം മുസ്ലിം സമുദായം. ഒന്നുകൂടി ഞാൻ പറയട്ടെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു കാര്യം ഞാൻ പറയുന്നത് സത്യമല്ല എന്നാലും തെറ്റിദ്ധരിക്കേണ്ട. 1973 നവംബറിലെ പ്രബോധനം, ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രബോധനം, അതിൽ പറയുന്ന 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും സഹാബികളും എല്ലാവരും കൂടി പറഞ്ഞ കാര്യമാണ് 3 തലാഖ് ചൊല്ലിയാൽ 3ഉം ഒരുമിച്ച് ചൊല്ലിയാലും 3ഉം പോകും. ഇതാണ് ഇസ്ലാമിക ശരീഅത്ത്. ഇനിയൊന്ന് പറയട്ടെ, എന്നാൽ അതേ ജമാഅത്ത് ഇസ്ലാമി 1983 മെയ്യിലെ പ്രബോധനത്തിൽ ഒരു ചോദ്യം, 3 മൊഴി ചൊല്ലിയാൽ അതിന്റെ വിധി എന്താണ്? അപ്പൊ അതിന് മറുപടി 3 മൊഴിയും ചൊല്ലി എന്ന് പറഞ്ഞാൽ 1 മൊഴിയേ ആവുകയുള്ളൂ. 10 കൊല്ലം കൊണ്ട് ശരീഅത്ത് മാറി. 73 നവംബറിൽ 3 തലാഖ് ചൊല്ലിയാൽ 3, 83 മെയ്യിൽ 3 മൊഴി ചൊല്ലിയാൽ 1. ഞാൻ ചോദിക്കുന്നു, ഇതെന്ത് ശരീഅത്താണ്? അപ്പൊ ജമാഅത്ത് ഇസ്ലാമി ആണെങ്കിലും മുജാഹിദാണെങ്കിലും അവർക്ക് വിശ്വാസം മാറ്റുന്നതിന് കുഴപ്പമില്ല. 2007 അൽമനാറിൽ അള്ളാഹ്ക്കടുത്തേ കൈയില്ല, 2009 അൽമനാർ അള്ളാഹ്ക്കടുത്തേ കൈയുണ്ട്. അവർക്കതൊരു വിഷയമല്ല, അവർക്ക് മറക്കാൻ കഴിയും, എല്ലാ ഭിന്നതയും മറക്കാൻ കഴിയും. കാരണം അവരുടെ ഭിന്നത ആദർശപരമല്ല, ആശയപരമല്ല, മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ഭിന്നതകളാണ്. ഈ മുസ്ലിം ഉമ്മത്തിനെ ഭിന്നതകളിൽ തളച്ചിടാൻ വേണ്ടി വന്ന ഈ പുതിയ പ്രസ്ഥാനങ്ങൾ, ഈ പ്രസ്ഥാനങ്ങളെ യോജിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുവെങ്കിൽ അവർക്ക് ശ്രമിക്കാൻ, അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യമുണ്ട്. അവരെ യോജിപ്പിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഭിന്നിപ്പിക്കാം, സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ സുന്നത്ത് ജമാഅത്തിൽപ്പെട്ട ആളുകള്, അവര് സുന്നി പണ്ഡിത സംഘടന ഈ മുജാഹിദിനെ യോജിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് കേട്ടാൽ അത് നമുക്കൊരു ചെറിയ ഒരു നാണക്കേടുണ്ടോ നിങ്ങളൊന്ന് ആലോചിക്കാം. അത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. മാധ്യമ പത്രത്തിൽ ഇങ്ങനെ കാണുന്നു, അല്ലാത്ത പത്രവും ഞാൻ വായിക്കും കേട്ടോ. അങ്ങനെ പത്രങ്ങളോടൊന്നും നമുക്ക് വിരോധമൊന്നുമില്ല. മുജാഹിദ് വിഭാഗങ്ങൾ ഐക്യവാദികൾ സമസ്തയും ജമാഅത്ത് ഇസ്ലാമിയും സ്വാഗതം ചെയ്തു. അപ്പൊ ഈ സമസ്ത എന്തിനാണ് ഉണ്ടാക്കിയത്? സമസ്ത എന്തിനാണ് ഉണ്ടാക്കിയത്? അതിനെ സംബന്ധിച്ച് സമസ്തയുടെ പേര് പറയുന്നവർക്ക് ആശയക്കുഴപ്പമുണ്ടായി. നമ്മക്കല്ല, നമുക്ക് പണ്ടിന് ആശയക്കുഴപ്പമില്ലല്ലോ. നമ്മൾ ഉറച്ചു നിൽക്കല്ലേ? താജുൽ ഉലമയുടെ പിന്നിൽ ഉറച്ചു നിന്നതല്ലേ? സുൽത്താനുൽ ഉലമയുടെ പിന്നിൽ ഉറച്ചു നിന്നതല്ലേ? നൂറുൽ ഉലമയുടെ പിന്നിൽ ഉറച്ചു നിന്നതല്ലേ? ഇപ്പോൾ റയീസുൽ ഉലമയുടെയും സുൽത്താനുൽ ഉലമയുടെയും കൻസുൽ ഉലമയുടെയും പിന്നിൽ ഉറച്ചു നിൽക്കുന്ന ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ല കേട്ടോ, ഉണ്ടാവുകയുമില്ല കേട്ടോ. ആർക്കാ കൺഫ്യൂഷൻ എന്നറിയോ? ഞാൻ വായിക്കാം. ഇതില് മാധ്യമത്തിൽ പറയുന്നു, 2014 ഫറൂഖിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിന് ശേഷം KNM ഔദ്യോഗിക വിഭാഗത്തിൽ നിന്ന് നടപടിക്ക് വിധേയരായ നല്ലൊരു വിഭാഗം വിഘടിച്ചു നിൽക്കുകയാണ്. ഗ്ലോബൽ ഇസ്ലാമിക് വിഷൻ എന്ന പേരിൽ പ്രബോധന സേവന സംഘടനയുണ്ടാക്കിയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഇവരുടെ കാര്യത്തിൽ ചർച്ചകളൊന്നും നടന്നിട്ടില്ല. അപ്പോ ഇത് യോജിച്ചാലും യോജിപ്പ് തീരൂല, അതെടുക്കട്ടെ. മുജാഹിദ് വിഭാഗങ്ങൾ തമ്മിൽ ഐക്യത്തിന് കളമൊരുങ്ങുന്നത് ഏറെ സന്തോഷകരവും സ്വാഗതാർഹവുമാണെന്ന് സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ മാധ്യമത്തോട് പറഞ്ഞു. ഐക്യത്തിന് ശ്രമം ആരംഭിച്ചിട്ട് ഏറെ വർഷങ്ങളായെങ്കിലും ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മുജാഹിദ് ഐക്യം കേരളീയ മുസ്ലിം സമൂഹത്തിന് നല്ല സന്ദേശമാണ് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്രയും മാധ്യമത്തിൽ വായിക്കുകയാണ് ആലിക്കുട്ടി മുസ്ലിയാരുടെ അനുയായികൾ. ഞങ്ങളല്ല, ഞങ്ങൾക്ക് വായിക്കേണ്ടെന്നില്ല, അനുയായികൾ വായിച്ചപ്പോൾ അവർക്കിടയിൽ ഒരു പ്രയാസം, ഇതെന്തൊരു വിഷമാണ്. അപ്പൊ പിന്നെ ചന്ദ്രിക വരികയാണ്. ചന്ദ്രികയിൽ പറയാണ്, ഞാൻ വായിക്കാം, ഇരുപക്ഷത്തു നിന്നും 5 വീതം അംഗങ്ങളെയാണ് ഐക്യചർച്ചക്കായി ചുമതലപ്പെടുത്തിയത്.
ആദർശപരമായ യോജിപ്പ് സാധ്യമായതായി എന്നതാണ് ഇതുവരെയുള്ള ചർച്ചയുടെ നേട്ടം. ഇനി സംഘടനാ പദവികൾ, സ്ഥാപനങ്ങൾ തുടങ്ങിയ വിഷയങ്ങളാണ് ധാരണയാവാനുള്ളത്. അതിങ്ങനെ പറയാണ്. ചർച്ചയ്ക്ക് ചുക്കാൻ പിടിക്കുന്നവരെ പേരൊക്കെ പറയും. പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ ആശീർവാദത്തോടെ PK കുഞ്ഞാലിക്കുട്ടി, ET മുഹമ്മദ് ബഷീർ, PV അബ്ദുൽ വഹാബ് എന്നിവർ ഇടപെട്ട് 3 വർഷത്തോളമായി ഐക്യശ്രമങ്ങൾ തുടരുകയായിരുന്നു. 3 കൊല്ലമായിട്ട് അപ്പുറത്തെ സമസ്തയുടെ നേതാക്കൾ ഇടപെട്ട് ഈ മുജാഹിദിനെ ഐക്യപ്പെടുത്താൻ 3 കൊല്ലമായി ശ്രമിക്കുകയായിരുന്നു. അള്ളാഹുവേ, നിങ്ങളൊക്കെ ആമീൻ പറയണേ. സുന്നികൾക്കിടയിൽ ഒരു ഐക്യമുണ്ടാക്കാൻ വേണ്ടി എല്ലാ നേതാക്കൾക്കും നീ ഒരു നല്ല മനസ്സ് കൊടുക്കണേ അല്ലാഹ്. സുന്നികളായ ആളുകൾക്കിടയിൽ ഒരു ഐക്യമുണ്ടാക്കാൻ വേണ്ടി. കാരണം അവർക്കിടയിൽ അഖീദയിൽ പഠിച്ചവന് കയ്യും കാലും ഉണ്ടെന്ന് വാദിക്കുന്നവർ സുന്നികളുടെ കൂട്ടത്തിലില്ല. 4 മദ്ഹബ് സ്വീകരിക്കണ്ട എന്ന് പറയുന്നവരില്ല. 3 തലാക്കിയാലേ ഒന്നേ പോകുന്നു പറയുന്നവരില്ല. അടിസ്ഥാനപരമായ അത്തരം വിഷയങ്ങളിൽ ഒന്നും ഭിന്നതകളില്ല. കുറച്ച് അസൂയ മാറ്റിവെച്ചാൽ ഐക്യം ഒക്കെ സാധ്യമാകുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാഹുവേ, എല്ലാ നേതാക്കൾക്കും സുന്നികളെ യോജിപ്പിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞാൻ പറയുന്നത് നമുക്കിതിലൊന്നും യാതൊരു വിഷമവുമില്ല. പക്ഷേ ഒരു വിഭാഗത്തിന് വിഷമം ഉണ്ടായി എന്ന് നമ്മൾ വായിക്കാണ്. പത്രം വായിക്കുമ്പോ അത് കാണാതിരിക്കൂലല്ലോ. അതെന്താണ്? അത് വേറൊരു പത്രം, രാവിലെ വരുന്ന പത്രം. ആ പത്രത്തില് ഒക്ടോബർ 30 ഏക സിവിൽ കോഡ് മുത്തലാഖ് വ്യക്തി നിയമ ബോർഡിന് മുസ്ലിം സംഘടനകളുടെ പിന്തുണ എന്നൊരു ഹെഡിങ്. കോഴിക്കോട് ഇസ്ലാമിക ശരീഅത്ത് സമ്പൂർണ്ണമാണെന്നും ഒരു വിധത്തിലുള്ള ഭേദഗതികളും ആവശ്യമില്ലെന്ന് കേന്ദ്ര സർക്കാർ ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ ഉപയോഗിക്കുന്ന ചുണ്ടയാണ് മുത്തലാഖ് എന്നും കേരളത്തിലെ മുസ്ലിം സംഘടന സംയുക്തവും അഭിപ്രായപ്പെട്ടു. വളരെ നല്ല, അങ്ങനെ തന്നെ അഭിപ്രായപ്പെട്ടു. നമ്മളും ആ അഭിപ്രായത്തിൽ എതിരൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നോമ്പ് ഒന്നായിട്ട് തോൽക്കാന്ന് പറഞ്ഞാൽ ഇമാമും ജമാഅത്തും വേണമെന്നില്ല. അതിന് ശരീഅത്തിന്റെ നിയമം നോക്കണം. നമുക്ക് അതാത് കാലഘട്ടം നോക്കണം, ആവശ്യമുണ്ടോ നോക്കണം, അനിവാര്യത ഉണ്ടോ നോക്കണം. അനിവാര്യത ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് തീരുമാനമെടുക്കും. അനിവാര്യത ഇല്ലെങ്കിലോ അതിനനുസരിച്ച് തീരുമാനമെടുക്കും. അത് പണ്ഡിത സഭയുടെ സ്വാതന്ത്ര്യമാണ്. അതിന് നമുക്ക് വിയോജിപ്പില്ല. നമ്മൾ ശരീഅത്ത് പറയാൻ വേണ്ടി എല്ലാ സുന്നി പണ്ഡിതന്മാരെയും ക്ഷണിച്ചിട്ട് വീട്ടിൽ തന്നെ പോയി ഔദ്യോഗികമായി ക്ഷണിച്ചിട്ട് അപ്പുറത്തെ സംഘടനയുടെ ആളുകൾ വന്നില്ലല്ലോ. അതിൽ നമുക്ക് ആക്ഷേപമില്ലല്ലോ. നമ്മൾ ആക്ഷേപം പറയുന്നില്ലോ. കാരണം അവരുടെ സംഘടനക്ക് അവരുടെ തീരുമാനം എടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, സ്വാഭാവികമാണ്. അതിന് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് വീഴ്പ്പലക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാണ് എന്റെ വിനീതമായ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ തീരുമാനിച്ചോളൂ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, അതങ്ങനെ കഴിഞ്ഞു. പക്ഷെ അതും കഴിഞ്ഞു പോയിട്ടാണ് പിന്നെ മുത്തലാഖിനെതിരായിട്ട് ജമാഅത്ത് ഇസ്ലാമിയും അതുപോലെ തന്നെ മടവൂർ മുജാഹിദും എല്ലാ മുജാഹിദും ഒക്കെ പരിപാടി നടത്തും. അപ്പൊ മുജാഹിദ് സംഘടനകൾ ഒന്നിക്കുന്നു. അതിനെ സംബന്ധിച്ച് രാവിലെ വരുന്ന പത്രത്തിൽ നവംബർ മുജാഹിദ് സംഘടനകൾ ഒന്നിക്കുന്നു, പരിഹരിക്കപ്പെടാതെ ആദർശ വിഷയങ്ങൾ. അത് ഞാൻ കുറച്ച് വായിക്കുകയാണ്. ഈ വായിക്കുന്നത് എന്താ അറിയോ? നമ്മളെ സുന്നികൾ അധികം ഇത് വായിക്കൂല. അപ്പൊ അതിലിങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്നും അറിയണമല്ലോ. അതിനുവേണ്ടി ഞാൻ വായിക്കുകയാണ്. കോഴിക്കോട് TP അബ്ദുൽ ഖാദിർ നയിക്കുന്ന മുജാഹിദ് ഔദ്യോഗിക വിഭാഗവും മുസൈം മടവൂർ നയിക്കുന്ന മഖ്തസദ് വിഭാഗവും 16 വർഷം നീണ്ട ഭിന്നതകൾ അവസാനിപ്പിച്ച് ഒന്നിക്കുന്നു. സലഫി പ്രസ്ഥാനമാണ് തീവ്രവാദത്തിന്റെ പ്രഭാവ കേന്ദ്രമെന്ന ആരോപണം ശക്തമാവുകയും പ്രമുഖ പ്രഭാഷകൻ UAPA ചുമത്തപ്പെട്ട് അറസ്റ്റിലാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഒന്നിക്കാനുള്ള നീക്കം ഊർജിതമായത്. കേരളത്തിൽ 1921 മുതൽ പ്രവർത്തിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൽ 2002 പിളർപ്പുണ്ടായത്. അന്ന് യുവജന വിഭാഗമായ ISMന്റെ നേതാവ് ഹുസൈൻ മടവൂർ ഉൾപ്പെടെ 20 പേരെ പുറത്താക്കിയതായിരുന്നു കാരണം. തുടർന്ന് ഇരുവിഭാഗവും തമ്മിൽ കേസുകൾ നിലനിൽക്കുന്നുണ്ട്. 2012 തീവ്ര നിലപാടുള്ളവർ ജിന്ന് വിഷയത്തിൽ ഔദ്യോഗിക വിഭാഗത്തിൽ